കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അതിപ്രധാനമായ ഒരു വിഷയത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മാനവരാശിയുള്ള ബന്ധത്തിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്. തത്വജ്ഞാനികളുടെ എഴുത്തുകളും കവികളുടെ കവിതകളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കവികൾ ഏറ്റവും കൂടുതൽ എഴുതുന്നത് പ്രേമത്തെക്കുറിച്ചും രണ്ടാമത് മരണത്തെക്കുറിച്ചുമാണ്. തത്വജ്ഞാനികളുടെ ചിന്തയിൽ, അവരുടെ ചിന്താമണ്ഡലത്തിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും അതോടുള്ള ബന്ധത്തിൽ പല ആശയങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നത് മരണമെന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗി എന്ന പുസ്തകം എഴുതുമ്പോൾ മായ സകലവും മായെന്നും പറഞ്ഞ് താൻ പറയുന്നതിൻ്റെ ഒരു കാരണം മരണം എന്ന പ്രതിഭാസമാണ്. എന്തെല്ലാം നേട്ടങ്ങൾ മനുഷ്യൻ വരിച്ചാലും, എന്തെല്ലാം ഈ ലോകത്തിൽ നേടിയാലും, എത്രമാത്രം മനുഷ്യൻ ഉയർന്നാലും മരണം കൊണ്ട് അതെല്ലാം അവസാനിക്കുന്നു. അങ്ങനെ സൂര്യന്റെ കീഴിൽ താൻ ദർശിച്ചപ്പോൾ താൻ പറയുന്നൊരു വാക്കുണ്ട്, മായ സകലവും മായ. കാരണം മരിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ്. അവൻ നേടിയ നേട്ടങ്ങൾ, അവൻ നേടിയ ഡിഗ്രികൾ, അവൻ സമ്പാദിച്ച പണം, അവൻ്റെ മഹത്വം, പ്രതാപങ്ങളെല്ലാം മരിക്കുമ്പോൾ അവസാനിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രയത്നത്തിന് എന്തർത്ഥമെന്ന് ശലോമോൻ ചോദിക്കുമ്പോൾ അത് മായയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഈ നാളുകളിൽ മരണം വാഴുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു രാജാവ് വാഴുന്നത് പോലെ, ഒരു ചക്രവർത്തി വാഴുന്നത് പോലെ മരണം ലോകത്തിൽ വാഴുകയാണ് മനുഷ്യന്റെ പാപമൂലം. ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഈ കൊറോണ കാലയളവിൽ എൻ്റെ നിങ്ങളുടെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുക. നാം കണ്ടവരും നാം ഇടപെട്ടുകൊണ്ടിരുന്നവരും നമ്മെ അറിയുന്നവരും എത്ര പേര് ഈ ലോകത്ത് നിന്നും മാറ്റപ്പെട്ടു. ഡെത്ത് ഈസ് റീനിങ്. മരണം വാഴുന്ന ഒരു ലോകത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. എന്നാൽ ഈ മരണത്തിന്റെ പ്രതിഭാസത്തെക്കുറിച്ച് പല ചിന്തകളും ഭയവും ഒക്കെ മനസ്സിലുണ്ട്. മരണം ദൈവം നിയമിച്ചതാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ദൈവം നിയമിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ഗോഡ്. ഗോഡ്സ് അപ്പോയിന്റ്മെന്റ്. യു കനോട്ട് ചേഞ്ച് ഇറ്റ്. നിനക്ക് മാറ്റുവാൻ സാധിക്കുകയില്ല ദൈവത്തിന്റെ നിയമനങ്ങൾ. ഇന്ന് ആഗോളമായി ഈ കൊറോണ മൂലം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വരികയാണ് താമസിയാതെ, ഒരു ദിവസം വരികയാണ്. ആ ദിവസത്തെക്കുറിച്ച് യെരമ്യാവിലൂടെ ദൈവം അരുളി ചെയ്തത് ഞാനൊന്ന് വായിക്കാം. ഈ കൃപായുഗം അവസാനിച്ചു കഴിയുമ്പോൾ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണുകിടക്കും. അവരെ കുറിച്ച് ആരും വിലപിക്കുകയില്ല, അവരെ എടുത്ത് കുഴിച്ചിടുകയില്ല. അവർ നിലത്തിന് വളമായി മാറും. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഒരു ദിവസം വരികയാണ്, മനുഷ്യൻ മരിക്കും. ഭൂമിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ മരിക്കുമ്പോൾ അവരെ കുഴിച്ചിടാൻ ആളില്ലാതെ, അവരെ കുറിച്ച് കരയുവാൻ ആളില്ലാതെ മരണത്തിൻ്റെ തേർവാഴ്ചയുടെ നെറുകയിൽ ചെന്ന് നിൽക്കുന്നൊരു കാലഘട്ടമാണ് ഇനിയും താമസിയാതെ വരുന്നത്. അതിൻ്റെ മുന്നോടിയാണ് ഈ കാണുന്ന കൊറോണയുടെ പ്രതിഭാസം. ഇന്ന് മരിക്കുന്നു ആളുകൾ. മരണശേഷം എന്ത് എന്നൊരു ചോദ്യം അനേകർ അന്വേഷിച്ചു. മരണം നിയമിച്ച ദൈവത്തിനല്ലാതെ മരണം എന്നുള്ളതിൻ്റെ അർത്ഥവും മരണശേഷമുള്ളത് എന്ത് സംഭവിക്കും എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ ആ ദൈവത്തിനല്ലാതെ ആർക്കും കഴിയില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്ക് വേണ്ട വെളിപ്പാടുകൾ തന്നിട്ടുണ്ട്. മരണവും മരണാനന്തരം എന്തു സംഭവിക്കുന്നെന്നുള്ളതും വ്യക്തമായി പരിശോധിക്കാൻ ഈ ദിവസങ്ങൾ നമ്മൾ ചെലവഴിക്കുകയാണ്. ദൈവം അതിനുള്ള കൃപ തരട്ടെ. ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഈ വിഷയം ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും ആരോഗ്യവാനായി ഇന്ന് ജീവിച്ചേക്കാം. ഒരു ദിവസം മരണം നിങ്ങളെ കടന്നു പിടിക്കും. ഒരിക്കലും ഇന്ന് മരണം വരുമെന്ന് ചിന്തിക്കാത്തവരല്ലേ കടന്നുപോയത്? എത്രയോ ആരോഗ്യവാന്മാരാണ് കടന്നുപോയത്. എത്രയോ ബോഡി ബിൽഡേഴ്സ്, എത്രയോ ശക്തന്മാരായവർ മരിച്ചുപോയി ഒരു ദിവസം കൊണ്ട്. ഈ കൊറോണ മൂലം മരിച്ചുപോയി. എപ്പോൾ കടന്നു വരും, എങ്ങനെ കടന്നു വരും, നിങ്ങളേത് കടന്നു പിടിക്കുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഈ ദിവസങ്ങളിൽ നിശ്ചയിച്ചു കൊള്ളുക, മരിച്ചാൽ ഞാൻ ഇതിൻ്റെ ശേഷം എവിടെ പോകും, എൻ്റെ നിത്യത എവിടെ ചെലവഴിക്കും, അതോടുള്ള ബന്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ എന്തെനിക്ക് സംഭവിക്കും എന്നുള്ളത് വ്യക്തമായൊരു ബോധം ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ മനസ്സിലാക്കുവാൻ
ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ. ഈ പഠനം അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം വെളിപ്പെടുത്തിയതെന്തെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. Four days in a row, 2,60,000 cases have been reported in just a single day. ബ്ലാക്ക് ഫംഗസ് അതീവ ജാഗ്രത വേണ്ട രോഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയ സംസ്ഥാനം. ബ്ലാക്ക് ഫംഗസ് പുതിയ വെല്ലുവിളിയെന്ന് പ്രധാനമന്ത്രി. ബീഹാറിൽ അതിമാരകമായ വൈറ്റ് ഫംഗസ് രോഗം. This is coming in as Tamil Nadu crosses 25,000 cases for the first time. Spread of the Indian variant could jeopardize plans to end lockdown restrictions. Over 13,700 new cases of COVID-19 have been reported in India in the last 24 hours. Now, this is a 30% increase in COVID-19. ರಾಜ್ಯವನ್ನ ಲಾಕ್ಡೌನ್ ಮಾಡಲೇಬೇಕಾ ಅನ್ನೋ ಪ್ರಶ್ನೆ ಉದ್ಭವಿಸಿದೆ. സംസ്ഥാനത്ത് ഇന്ന് 32,680 പേർക്ക് കോവിഡ്. രോഗികളിൽ മഹാരാഷ്ട്രയിൽ കണ്ടെത്തിയ బ్రేకింగ్ కరోనా సెకండ్ వేవ్ ఎంత విలయ తాండవం చేస్తుందో మనం అందరం చూస్తున్నాం. కేసులు పెరుగుతుండడంతో ఇప్పుడు ఒక్కొక్క రాష్ట్రం లాక్డౌన్ దిశగా అడుగులు వేస్తుంది. അവൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ പ്രഖ്യാപിച്ച പോലെ മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു സീരീസ് ഓഫ് സ്റ്റഡീസ് ദൈവം വെച്ചാൽ ചില ആഴ്ചകൾ ആ വിഷയം ഒന്നിച്ച് പഠിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ വിഷയം വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കാൻ ഇടയായിത്തീർന്നൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. തൃശ്ശൂർ ഒരു മീറ്റിങ്ങിനുള്ള ബന്ധത്തിൽ കടന്നുപോയപ്പോൾ 2006 ജാനുവരി മാസത്തിലാണ് അവിടെയുള്ള സഹോദരന്മാർ ഒരു മാതൃഭൂമി വാരാന്ത്യ പതിപ്പ് എൻ്റെ കയ്യിൽ തന്നു. ആ മാതൃഭൂമി വാരാന്ത്യ പതിപ്പ് ഒരു ഫുൾ പേജിൽ ഒരു വലിയ ആർട്ടിക്കിളാണ്. അതെഴുതിയിരിക്കുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. മരണം ഒരു കവാടം എന്ന് അദ്ദേഹം അതിന് തലക്കെട്ട് കൊടുത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ ലേഖനം ഈ മാതൃഭൂമിയുടെ ഒരു വാരാന്ത്യപ്പതിപ്പിൻ്റെ ഒരു ഷീറ്റ് മുഴുവൻ അത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ സൂക്ഷ്മമായി വായിച്ചപ്പോൾ വളരെ പ്രസക്തമായി എനിക്ക് അനുഭവപ്പെട്ട ഒരു പ്രയോഗം അദ്ദേഹത്തിൻ്റേത് ശ്രദ്ധേയമായി. സൗന്മാർ ഈ പേപ്പർ എൻ്റെ കയ്യിൽ തന്നിട്ട് ആവശ്യപ്പെട്ടു, മരണം അതിനുശേഷം മരണത്തോടുള്ള ബന്ധത്തിൽ ഒരു മീറ്റിംഗ് നടക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഞാനതിന് ശേഷം ഈ വിഷയത്തെക്കുറിച്ച് ശ്രദ്ധിപ്പാനായിട്ട് തുടങ്ങി. തിരുവചനത്തെ ആസ്പദമാക്കി ഈ വിഷയം പഠിക്കാനായിട്ട് തുടങ്ങി. പല നാളുകൾ പഠിക്കുകയും കുറിച്ചിടുകയും ചെയ്തതിൻ്റെ ഫലമായി ഈ വിഷയം ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു. ജസ്റ്റിസ് കൃഷ്ണയ്യർ എഴുതിയ ആ വാക്കിൽ ഇങ്ങനെയൊരു സെൻറ്റൻസ് ഉണ്ട്: എന്നാൽ ഞാൻ കഴിഞ്ഞ 25 വർഷമായി നടത്തുന്ന വസ്തുനിഷ്ഠ പഠനത്തിൻ്റെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ ഉറപ്പിച്ചു പറയുന്നു, മരണം ഒരു മതിലല്ല, അഭൗമതലത്തിൽ മറ്റൊരു ലോകത്തിലെ ആശ്രിത്വത്തിലേക്കുള്ള കവാടം മാത്രമാണ്. അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, മരണം ഒരു മതിലല്ല, അല്ലെങ്കിൽ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണം മറ്റൊരു അഭൗമതലത്തിലേക്കുള്ള ആശ്രിത്വത്തിൻ്റെ ഒരു കവാടം മാത്രമാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ മരണം മറ്റൊരു ജീവിതത്തിലേക്ക് മനുഷ്യനെ കടത്തുന്നുവെന്ന് അദ്ദേഹം അതിനകത്ത് രേഖപ്പെടുത്തി. ആ ആർട്ടിക്കിളുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ അനേക വർഷങ്ങളായി മരിച്ചുപോയ തൻ്റെ ഭാര്യയുമായി താൻ സംസാരിക്കുന്നുണ്ട് എന്ന് താൻ രേഖപ്പെടുത്തുകയുണ്ടായി. നാം ഓർക്കണം, കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യറാണ് ഇത് രേഖപ്പെടുത്തിയത്. ഒരു ഹൈന്ദവ വിശ്വാസിയായ അദ്ദേഹം മരണം ഒരു മതിലല്ലെന്നും മരണത്തിൻ്റെ ശേഷം ഒരു ജീവിതമുണ്ടെന്നും തൻ്റെ കഴിഞ്ഞ 25 വർഷത്തെ പഠനത്തിൻ്റെ ഫലമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിച്ചപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ സസൂക്ഷ്മം ശ്രദ്ധിപ്പാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുകയുണ്ടായി. ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്കിന്നത്തെ പഠനം ആരംഭിക്കാം. ഈ വിഷയത്തോളം ബന്ധത്തിൽ സൗരീസോന്മാർക്കുള്ള സംശയങ്ങൾ ഒരുപാടുണ്ടാകും. പക്ഷെങ്കിൽ ഏതാനും ക്ലാസ്സുകൾക്ക് ശേഷമേ ആ സംശയം ദൂരീകരിപ്പാൻ കഴിയുള്ളൂ. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഈ വിഷയത്തോളം ബന്ധത്തിൽ ദൂരീകരിച്ച് തരുവാനായിട്ട് കഴിയുന്നതും ശ്രമിക്കുന്നതുമാണ്. സഭാപ്രസംഗി 7-ാം അധ്യായം
അതിൻ്റെ 2-ാമത്തെ വാക്യം, സഭാപ്രസംഗി 7-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, എക്ലിയാസിസ്റ്റ് ചാപ്റ്റർ 7 വേഴ്സസ് 2. സ്വർഗത്തിലെ ദൈവം ആവശ്യപ്പെടുകയാണ്, വിരുന്ന് വീട്ടിൽ പോകുന്നതിനെക്കാട്ടിൽ വിലാപ വീട്ടിൽ പോകുന്നതാണ് ഉത്തമം. അതിൻ്റെ കാരണം ദൈവം പറയുന്നുണ്ട്. എന്താണ് ആ കാരണം? അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. മറ്റു ഇതിൽ പറഞ്ഞാൽ എല്ലാ മനുഷ്യരും മരിക്കും. അതുകൊണ്ട് ദൈവം പറയുകയാണ്, അങ്ങനെയുള്ള ഭവനത്തിൽ പോയാൽ ജീവിച്ചിരിക്കുന്നവർ അത് കരുതിക്കൊള്ളുവാനായിട്ട്, ഹൃദയത്തിൽ കരുതിക്കൊള്ളുവാനായിട്ട് ഇടയാകും എന്ന് പറയുകയാണ്. മരണം ഒരു സുഖകരമല്ലാത്ത വിഷയമാണ്. ആ വിഷയം സംസാരിപ്പാനായിട്ട് പലർക്കും ഇഷ്ടമല്ല. സുഖകരമല്ലാത്തൊരു വിഷയമാണെങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്, ജീവിച്ചിരിക്കുന്നവർ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. നാം ഒരു കാര്യം ഓർക്കണം, നാം ഒക്കെ മരിക്കുന്ന മനുഷ്യരാണ്. മരണത്തിൻ്റെ വാസ്തവത്തിൽ ചുവടുകൾ വെച്ചുകൊണ്ട് നമ്മൾ ആ കല്ലറയിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളാണ് ഞാനും നിങ്ങളും. ഏത് സന്ദർഭത്തിലും മരണം കടന്നു വരാം. ജീവിച്ചിരിക്കുന്ന മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ദൈവം ഓർപ്പിച്ച പോലെ അത് പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ വളരെ സൂക്ഷ്മമായി ശ്രദ്ധയോടുകൂടെ ജീവിതം നയിപ്പാനായിട്ട് ഇടയായി മാറും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, നമ്മൾ സ്നേഹിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുകളിൽ പട്ടുപോയി. അവരൊന്നും പെട്ടെന്ന് മരിക്കുമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ നാളെ ഒരു ഫ്യൂണറൽ പങ്കെടുക്കണം, അതുകൊണ്ടാണ് ഇന്ന് രാത്രി തന്നെ ഞാൻ തിരുവല്ലയ്ക്ക് പോകുന്നത്. എൻ്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ്, എൻ്റെ ഏതാണ്ട് പ്രായം. അദ്ദേഹത്തെ രോഗം മൂർച്ഛിച്ചിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പോയി കണ്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞ വാക്ക്, ജീവിക്കാൻ ഇനി ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന്. അനേകർക്ക് അത് ആഗ്രഹമുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം മരണത്തോടുള്ള ബന്ധത്തിൽ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാൻ മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് ഒരു സത്യം ഓർക്കണം, നാം എല്ലാവരും സെമിട്രിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ മുന്നിൽ ഇനി എത്ര നാളുണ്ടെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ വിഷയം നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നതായതുകൊണ്ട് ദൈവം ഇവിടെ ആവശ്യപ്പെട്ടതുപോലെ, നിങ്ങൾ വിലാപ വീട്ടിൽ പോകുന്നതാണ് നിങ്ങൾ വീഞ്ഞു വീട്ടിൽ പോകുന്നതിനെക്കാട്ടി നല്ലത്. ജീവിച്ചിരിക്കുന്ന നിങ്ങളത് ചിന്തിക്കും. അതാണല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ഈ വിഷയത്തിലേക്ക് അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ തിരിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ലോകത്തിലെ ലക്ഷോപലക്ഷം ആളുകൾ, മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ഞാൻ ചിലത് വായിച്ചിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ അടുത്ത കാലത്ത്, നാം ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇത്രയധികം പ്രചാരത്തിൽ വന്ന് അത് പ്രസിദ്ധമായത്. ആ പുസ്തകം ഇങ്ങനെ പ്രസിദ്ധമാകാൻ കാരണം മറ്റൊന്നുമല്ല, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. മരണത്തോട് സമീപിച്ച വ്യക്തികൾ, മരിച്ചുവെന്ന് ശാസ്ത്രം വിധി എഴുതിയിട്ട് ജീവിച്ചു വന്ന വ്യക്തികളുടെ അനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ചില ഡോക്ടേഴ്സ് റിസർച്ച് ചെയ്ത് ചില ബുക്കുകൾ എഴുതി. ആ ബുക്കുകളിൽ ചിലത് എനിക്ക് വായിപ്പാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായ ഡോക്ടർ റെയ്മണ്ട് എ മൂഡി, ലൈഫ് ആഫ്റ്റർ ലൈഫ്, ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും, അതുപോലെ ഒരു ഡോക്ടർ മൗറിസ് റൗളിംഗ്, ബിയോണ്ട് ഡെത്ത് ഡോർ, മറ്റൊരു ഡോക്ടർ എലിസബത്ത് കൊബ്ലർ-റോസ്. ഇങ്ങനെയുള്ള ഡോക്ടേഴ്സൊക്കെ അവർ പരസ്പരം പറയാതെ അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ മരിച്ചു എന്ന് കരുതിയ വ്യക്തികൾ വീണ്ടും ജീവിച്ചു വന്നപ്പോൾ അവരോട് ഇടപെട്ടിട്ട് അവർ റിസർച്ച് ചെയ്ത് റിപ്പോർട്ടുകൾ എഴുതിക്കൊണ്ടിരുന്നു. ഈ റിപ്പോർട്ടുകൾ പരസ്പരം അവർ കൈമാറിയിട്ടില്ല, പരസ്പരം ആശയങ്ങൾ വിനിമയം ചെയ്തിട്ടില്ല. ഈ ഡോക്ടേഴ്സ് ഈ റിപ്പോർട്ടുകൾ സൂക്ഷിച്ചു വെച്ചിട്ട് അവസാനം അത് പുസ്തകം പോലെ പ്രസിദ്ധീകരിച്ചപ്പോൾ ഇവരെല്ലാവരും പ്രസിദ്ധീകരിച്ച ബുക്കുകൾ ഏതാണ്ട് ഒരുപോലെയാണ്. ഞാൻ ചില ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. ഞാൻ ആ ബുക്കുകൾ വായിച്ച ശേഷം കുറച്ചുകൂടെ താല്പര്യം തോന്നി. ഞാൻ വേദപുസ്തകത്തിൻ്റെ ചരിത്രങ്ങളും ശ്രദ്ധിച്ചപ്പോൾ ബൈബിളിൽ പറയുന്ന ഏതാണ്ട് അതേ കാര്യം ഇവർ പറയുന്നു. ഞാൻ പുറകെ അത് ചൂണ്ടിക്കാണിക്കാം. ഈ പുസ്തകങ്ങളൊന്നും വേദപുസ്തകത്തെ ആധാരമാക്കി എഴുതിയതല്ല. അവർ ഈ മരിച്ചുപോയി എന്ന് കരുതിയ അവരുടെ ജീവിച്ചു വന്ന വ്യക്തികളുടെ അനുഭവങ്ങളെ ആസ്പദമാക്കി എഴുതിയ പുസ്തകങ്ങളാണ്. ഇന്ന് ലഭ്യമാണ്, വായിച്ചാൽ വളരെ നന്നായിരിക്കും. അതുകൊണ്ട് ലോകത്തിലാകമാനം നമ്മൾ ഓർക്കണം, ഈ ബുക്കുകൾ മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റ ബുക്കുകളാണ്. ലക്ഷോപലക്ഷം കോപ്പികൾ വിറ്റഴിച്ചു. മനുഷ്യന് വളരെ താല്പര്യമായി ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ താല്പര്യമായ ശേഷം നാം ജീവിച്ചിരിക്കുന്ന ഇന്ന് ഇതോടുള്ള ബന്ധത്തിൽ ചില പുതിയ ഭാഷകളും വാക്കുകളും ഒക്കെ ഉണ്ടായി. നിങ്ങൾ കേട്ട് കാണും, ആസ്ട്രോ ട്രാവൽ, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. നോക്കുക, ഞാൻ 1-2 ഉദാഹരണം പറയാം. ഒരു ആക്സിഡൻറ്റ് നടക്കുന്നു. ഞാൻ ഈ വായിച്ച ബുക്കുകളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ചില സംഭവങ്ങൾ പറയുകയാണ്. ഒരു ആക്സിഡൻറ്റ്, കാർ ആക്സിഡൻറ്റ് ഉണ്ടായി. ആ കാർ ആക്സിഡൻറ്റിൽ കാർ ഓടിച്ചുകൊണ്ടിരുന്ന വ്യക്തി മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ശരീരം വലിച്ചിറക്കുവാൻ അവിടെ ആളുകൾ കൂടി വന്ന് അവരുടെ ശരീരമൊക്കെ ഡോറൊക്കെ
വെട്ടിപ്പൊളിച്ച് ശരീരം പുറത്തെടുത്ത് അദ്ദേഹത്തെ ജീവിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ട് എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ട് താൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ശരീരം വലിച്ചിറക്കുന്നതും ഒക്കെ. താൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കാൻ ശ്രമിക്കുന്നു. ആരും അത് കേൾക്കുന്നില്ല. അല്പസമയം കഴിയുമ്പോൾ അദ്ദേഹം ജീവിച്ചു വരുന്നു. ഒരു പ്രസവ വാർഡിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്നു. പ്രസവത്തോടുള്ള ബന്ധത്തിൽ അവർ മരിക്കുന്നു. പക്ഷേ അവരുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ട് ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അവർ നോക്കുമ്പോൾ അവരുടെ ശരീരത്തിന് ചുറ്റും ഡോക്ടേഴ്സ് അവരെ ജീവിപ്പിക്കാൻ വേണ്ടി കഠിനമായ പ്രയത്നം നടത്തുന്നു. ഒരു സമയത്തിൻ്റെ ശേഷം അവർ ജീവിച്ചു വരുന്നു. ഇങ്ങനെ ജീവിച്ചു വന്നവരുടെ അനുഭവങ്ങളാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, മരണത്തോട് അടുത്തു വന്ന ആളുകളുടെ അനുഭവങ്ങൾ എന്ന് രേഖപ്പെടുത്തിയത്. അതുള്ള ബന്ധത്തിൽ ചില വാക്കുകൾ പുറത്തു വന്നു. നമ്മൾ ഓർത്തതുപോലെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, ശരീരത്തിൻ്റെ പുറത്തുള്ള അനുഭവങ്ങൾ, ആസ്ട്രോ ട്രാവൽ, ആകാശമണ്ഡലങ്ങളിൽ യാത്ര ചെയ്യുന്നു, സോൾ പ്രൊജക്ഷൻ, ആസ്ട്രോ പ്രൊജക്ഷൻ, ഇങ്ങനെയുള്ള വാക്കുകൾ ലോകത്തിൽ ആകമാനം പ്രസിദ്ധമായി മാറി. മന്ത്രവാദങ്ങൾ ചെയ്യുന്ന ഒക്കൾട്ടിക് പ്രാക്ടീസ്, മന്ത്രവാദം ചെയ്യുന്ന വ്യക്തികളെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പുറത്തെടുത്തുകൊണ്ട് യാത്ര ചെയ്യുവാൻ അവർ പഠിച്ചു. അത് പുരാതന കാലം തൊട്ടേ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് അതിന് വേറൊരു പേര് കൊടുത്തു, ആസ്ട്രോ പ്രൊജക്ഷൻ. ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി, അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഈ വളരെ ചെറുപ്രായത്തിൽ തന്നെ ലോകത്തെ ഇത്രത്തോളം പിടിച്ചടക്കിയ മനുഷ്യൻ്റെ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യം രേഖപ്പെടുത്തിയത് രസകരമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിൽ ചില വ്യക്തികളുണ്ടായിരുന്നു, ചില പ്രത്യേക അനുഭവത്തിലൂടെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഇങ്ങനെ ആകാശത്തൂടെ ആരും കാണാതെ പോയി ശത്രു കിടക്കുന്ന പാളയങ്ങളിൽ കടന്നു ചെന്ന് വിവരങ്ങൾ കണ്ട് ശേഖരിച്ച ശേഷം വീണ്ടും ശരീരത്തിൽ ആത്മാവ് വന്ന് കയറി ഈ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഈ അലക്സാണ്ടറിൻ്റെ യുദ്ധങ്ങൾ ഇത്രയും വിജയിപ്പാൻ കാരണമായെന്ന് ഞാൻ വായിക്കുകയുണ്ടായി. ഇന്നത്തെ സാറ്റലൈറ്റ് ഇമേജസ് പോലെ ഈ ആത്മാവിൻ്റെ പ്രൊജക്ഷൻ കൊണ്ട് കാര്യങ്ങൾ കണ്ടിട്ട് തിരിച്ചു വന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്നാൽ ലോകത്തിൽ ഇത് മനുഷ്യൻ്റെ ചരിത്രത്തിന് അനേക വർഷങ്ങളുടെ പുറകോട്ടിറക്കി നോക്കിയാൽ മന്ത്രവാദങ്ങളിലൂടെ മറ്റ് പ്രവൃത്തികളിലൂടെ മനുഷ്യൻ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പുറത്തെടുത്ത് യാത്ര ചെയ്യുവാനും മറ്റ് സ്ഥലങ്ങളിൽ പോയി പലതും കണ്ടിട്ട് തിരിച്ചു വരുവാനും ഒക്കെ അവന് സാധിക്കുമായിരുന്നു. ഇത് വളരെ ദീർഘമായൊരു വിഷയമാണ്. എന്നാൽ ഈ മരണത്തോടുള്ള ബന്ധത്തിൽ ഈ വിഷയം എന്തിന് നമ്മൾ പഠിക്കണം? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് വരാം. ഇങ്ങനെ ഈ ആധുനിക കാലത്തിൽ ഈ പഠനങ്ങൾ പുറത്തു വന്നു. മീഡിയാസ്, മാധ്യമങ്ങൾ ഇതിന് വളരെ പ്രാധാന്യത കൊടുത്ത് ഈ വിഷയങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നോക്കുക, ഇത് ശാസ്ത്രീയമായി പഠിക്കുവാനായിട്ട് ഒരു ശ്രമം നടന്നു. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് നിയർ ഡെത്ത് സ്റ്റഡീസ്, അതായത് അന്തർദേശീയമായി മരണത്തോട് സമീപിച്ചവരുടെ മരണാനുഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു പുതിയ വിഭാഗം യൂണിവേഴ്സിറ്റി ഓഫ് കണക്റ്റിക്കട്ട്, അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് കണക്റ്റിക്കട്ടിൽ ഒരു ശാസ്ത്ര വിഭാഗം ആരംഭിച്ചു. ആ പഠനത്തിൻ്റെ പേരാണ് താനാറ്റോളജി. താനാറ്റോളജി എന്ന വാക്ക് ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്നതാണ്. താനാറ്റോസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഡെത്ത് എന്നാണ്. താനാറ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി അബൌട്ട് ഡെത്ത്, മരണത്തെക്കുറിച്ച് പഠിക്കുവാൻ, മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ കണക്റ്റിക്കറ്റ് യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ ഒരു ശാസ്ത്ര വിഭാഗം തന്നെ തുടങ്ങിയുണ്ടായി. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് കെമിസ്ട്രിയും സയൻസും ഫിസിക്സും ഒക്കെ പഠിക്കുന്ന പോലെ ഈ മരണത്തെക്കുറിച്ച് പഠിക്കുവാൻ ലോകത്തിലൊരു യൂണിവേഴ്സിറ്റിയിൽ ഇന്നൊരു വിങ് ഉണ്ടെന്നുള്ളത് ഈ തലമുറയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്. എന്നാൽ മരണത്തെക്കുറിച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുവാൻ കഴിയുന്നത് ബൈബിളിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ബൈബിളിൽ ഏതാണ്ട് 1000-ഓളം വാക്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ വാക്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ വായിക്കുവാനായിട്ട് നമുക്ക് സമയം അനുവദിക്കില്ല. എന്നാൽ നമുക്ക് ആവശ്യമുള്ള വാക്യങ്ങൾ മാത്രം അതിൽ നിന്ന് അടർത്തിയെടുത്ത് കാര്യങ്ങളെ പഠിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ആ ഭാഗത്തിലേക്ക് അധികം പോകുന്നില്ല. അരിസോണ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജയിലിൽ കിടന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എഡ് മോറൽ. നടന്ന സംഭവം എഡ് മോറൽ. അദ്ദേഹത്തെ ജയിലിലിട്ട് പഴയ കാലത്ത് അരിസോണയിൽ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു.
ജയിലിലെ പണ്ടത്തെ കാലത്ത് ജയിലിൽ കിടക്കുമ്പോൾ ഒരുപാട് ഉപദ്രവിക്കും. ഈ എഡ് മോറലിനെ ഒരുപാട് ഉപദ്രവിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക ടെക്നിക്ക് പഠിച്ചു. തൻ്റെ ശരീരത്തെ ആളുകൾ ഇടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ ശരീരം മാത്രമേ അവിടെ കാണത്തുള്ളൂ, തൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോരുവാൻ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. എപ്പോഴെങ്കിലും തന്നെ ഉപദ്രവിക്കുമ്പോൾ വേദന അനുഭവിക്കാതിരിപ്പാൻ തൻ്റെ ദേഹിയും ആത്മാവും ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ട് താൻ പോയി ആ പട്ടണത്തിലൊക്കെ പോയി കാര്യങ്ങൾ അറിഞ്ഞിട്ട് മടങ്ങി വരുമായിരുന്നു. ഇദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയ ശേഷം ആ പട്ടണത്തിൽ നടന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് വേറെ ഒരു ഇൻഫർമേഷനും ഇല്ല, കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു കേൾപ്പിക്കുകയുണ്ടായി. എഡ് മോറലിൻ്റെ അനുഭവം. എന്നാൽ അതിൻ്റെ ശേഷം ജയിലിൽ നിന്ന് പുറത്തു വന്ന ശേഷം ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തനിക്ക് സാധിക്കുന്നില്ല. അതുപോലെ ദേഹത്തെ ആരെങ്കിലും ഇടിച്ചെങ്കിലേ ഈ അനുഭവം തനിക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. ഇതിന്ന് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് ദൈവമക്കൾ ചെയ്യാനായിട്ട് പാടില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചിന്തിച്ച് നോക്കാം. എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ എന്തിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്? മനുഷ്യൻ എന്ന വ്യക്തിത്വത്തെക്കുറിച്ച്, എങ്ങനെയാണ് മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിത്വം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയാൽ ഈ ഭാഗങ്ങളെക്കുറിച്ചും ബൈബിളിൽ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രാരംഭമായി ഇന്നത്തെ ക്ലാസ്സിൽ മനുഷ്യൻ എന്താണെന്നുള്ളത് ഒരു പഠനം നടത്താം. അതിനെ ആസ്പദമാക്കിയായിരിക്കും നമ്മുടെ തുടർന്നുള്ള പഠനങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. മനുഷ്യനെ കുറിച്ചുള്ള പഠനം. മാൻ ഈസ് എ ട്രിനിറ്റി. മനുഷ്യൻ ഒരു ത്രിത്വമാണ്, അല്ലെങ്കിൽ ത്രിഭാഗ പ്രകൃതിയുള്ളവനാണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് മാൻ ഈസ് ട്രൈപാട്രിയറ്റ്. ദർ ആർ 3 parts ഓഫ് മാൻ. മനുഷ്യന് 3 ഭാഗങ്ങളുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ ത്രിഭാഗ പ്രകൃതി. എന്താണത്? സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ആത്മാവ്, ദേഹി, ശരീരം. ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി ബോധ്യമാകാതെ ഈ മരണത്തെക്കുറിച്ചും മരണത്തിൽ എന്ത് സംഭവിക്കുന്നു, മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് 3 ഭാഗമാണ്: ആത്മാവ്, ദേഹി, ശരീരം. അത് മനസ്സിലാക്കിയാൽ എന്തിനാണ് വീണ്ടും ജനിക്കുന്നത്, പാപം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്, മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളിത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയെങ്കിലേ സാധിക്കുകയുള്ളൂ. നമ്മൾ പ്രാരംഭമായ ഒരു കാര്യം ഓർക്കുക. മനുഷ്യന് 3 പ്രകൃതിയുണ്ട്, 3 ഭാഗമുണ്ട്. എൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവ്, എൻ്റെ ദേഹി അല്ലെങ്കിൽ സോള്, എൻ്റെ ബോഡി അല്ലെങ്കിൽ എൻ്റെ ശരീരം. ആത്മാവ്, ദേഹി, ശരീരം. വേദപുസ്തകത്തിൽ എങ്ങനെ പറയുന്നുണ്ടോ? നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. 1 തെസ്സലോനിയർ 5-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. 1 Thessalonians chapter 5 verses 23. 1 തെസ്സലോനിയർ വേദപുസ്തകം ഒരു പഠനമാണ്. അതുകൊണ്ട് നമുക്ക് ചില വാക്യങ്ങൾ കൂടെ വായിക്കേണ്ടത് ആവശ്യമാണ്. 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അവിടെ നോക്കിയാട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹിയും, യുവർ സ്പിരിറ്റ് ആൻഡ് സോൾ ആൻഡ് ബോഡി, അത് ബ്ലെയിംലെസ് ആയിരിക്കണം കർത്താവിൻ്റെ വരവിൽ. ശരീരം മാത്രമല്ല, കർത്താവ് വരുമ്പോൾ പാപം ചെയ്യാതെ ഈ ശരീരത്തെ സൂക്ഷിച്ച്, ഇത് നമ്മളിവിടെ വായിച്ചത് അനന്യമായി കൊടുക്കുക മാത്രമല്ല, നമ്മുടെ ആത്മാവും ദേഹിയും കൂടെ അനന്യമായി ബ്ലെയിംലെസ്സായി സൂക്ഷിക്കപ്പെടണം, കുറ്റമില്ലാത്തതായി സൂക്ഷിക്കണം. മറ്റൊരു വാക്യം നോക്കുക, എബ്രായലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 4 verses 12. എബ്രായലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ആ വാക്യം സൂക്ഷിച്ചു നോക്കുക. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തരമുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെയും തുളച്ചു ചെല്ലുന്നതും ഹൃദയങ്ങളുടെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവവചനത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുകയാണ്. ആ വാക്യം നോക്കിയാട്ടെ, അത് എന്താ ചെയ്യുന്നത്? പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലും. ഇംഗ്ലീഷിൽ വായിച്ചാൽ എങ്ങനെയാ? ഡിവൈഡിങ് എ സെൻറ്റർ സോൾ ആൻഡ് സ്പിരിറ്റ് ആൻഡ് ദ ജോയിൻറ്റ്സ് ആൻഡ് മാരോസ്, ദാറ്റ് ഈസ് ബോഡി. അതായത് ദൈവത്തിൻ്റെ വചനം മനുഷ്യനിലുള്ള
ദേഹിയെയും ആത്മാവിനെയും, സോളിനെയും സ്പിരിറ്റിനെയും തമ്മിൽ വേർതിരിക്കുകയും, അതുപോലെ തന്നെ നമ്മളിവിടെ വായിച്ചതുപോലെ അവൻ്റെ ശരീരത്തെയും, ഇസ് ബോഡി, ഇവിടെ ജോയിൻ്റ് ആൻഡ് മാരോസ് എന്ന് പറയുന്നത് ശരീരത്തെക്കുറിച്ചാണ്, ജോയിൻറ്റ്സ് ആൻഡ് മാരോസ്. അപ്പോൾ അവിടെയും നമ്മൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക മാത്രമല്ല, അവിടെ മറ്റൊരു സത്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനുഷ്യനിലുള്ള ആത്മാവിനെയും അതുപോലെ സോളിനെയും, സോൾ ആൻഡ് സ്പിരിറ്റ്, അല്ലെങ്കിൽ ദേഹിയും ആത്മാവും, ഇതിനെ തമ്മിൽ വേർതിരിക്കുവാനായിട്ട് ദൈവവചനത്തിനെ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? മനുഷ്യൻ്റെ സ്പിരിറ്റും സോളും കൂടെ ഒന്നാണ്. സോൾ ആൻഡ് സ്പിരിറ്റ് ഇത് രണ്ടും കൂടെ ഏതാണ്ട് ഒന്നാണ്. അതുകൊണ്ട് ഇതിനെ വേർതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഒക്കത്തുള്ളൂ. എങ്ങനെയാണെന്നറിയാമോ? ദൈവവചനത്താൽ. അതിൻ്റെ ഒരാശയം അല്ലെങ്കിൽ ഞാൻ വെളിപ്പെടുത്താം. ഇത് വളരെ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. ദൈവവചനത്തിന് മാത്രമേ നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെയും നമ്മളിൽ വസിക്കുന്ന ദേഹിയെയും, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായ സോളിനെയും സ്പിരിറ്റിനെയും നമ്മളിവിടെ വായിച്ചതുപോലെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഉദാഹരണമായിട്ട് ഞാനൊരു ദൈവദാസനാണ്. ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് പലതും ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്നൊരു പ്രേരണ തോന്നും. എനിക്കൊരുപാട് ആവേശം തോന്നും. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നും. പക്ഷെങ്കിൽ ഈ ചെയ്യണമെന്ന് തോന്നുന്നത് ആത്മാവിൽ നിന്നാണോ ദേഹിയിൽ നിന്നാണോ? വെദർ ഇറ്റ് ഈസ് ഫ്രം ദ സ്പിരിറ്റ് ഓർ വെദർ ഇറ്റ് ഈസ് ഫ്രം ദ സോൾ. അനേക ക്രിസ്തീയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്പിരിറ്റിൽ നിന്നല്ല, ഇറ്റ് ഈസ് ഫ്രം ദ സോൾ. മനുഷ്യൻ ചിന്തിക്കുന്നു ഇത് സ്പിരിറ്റിൽ നിന്നാണ്. എന്നോട് ആത്മാവ് അങ്ങനെ പറഞ്ഞു, അല്ലെ എന്നെ ആത്മാവ് പ്രേരിപ്പിച്ചു എന്നൊക്കെ പറയും. പക്ഷേ ഈ പല പ്രശ്നങ്ങളും പലതും നടക്കുന്നത് സോളിൻ്റെ ഫാക്കൽറ്റിയിൽ നിന്നുള്ള പ്രവൃത്തിയാണ്. എങ്ങനെ തിരിച്ചറിയാം? തിരിച്ചറിയാൻ ഒരു മാർഗമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനത്തിനെ വേർതിരിക്കാൻ കഴിയുള്ളൂ. എന്നിൽ നിന്ന് വരുന്ന പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശങ്ങൾ, എൻ്റെ ലക്ഷ്യങ്ങൾ, എൻ്റെ വാക്കുകൾ എൻ്റെ ദേഹിയിൽ നിന്നാണോ, വെദർ ഇറ്റ് ഈസ് ഫ്രം മൈ സോൾ ഓർ വെദർ ഇറ്റ് ഈസ് ഫ്രം മൈ സ്പിരിറ്റ് എന്നുള്ളത് ആത്മാവിനാൽ മാത്രമേ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതൊരു പ്രത്യേക പഠനം. നമ്മുടെ വിഷയം മനുഷ്യന് 3 ഭാഗമുണ്ടെന്നുള്ളതാണ്. വീണ്ടും ഒരു ഭാഗം കൂടി ഞാൻ കാണിച്ചോട്ടെ. റോമാലേഖനം 12-ാം അധ്യായം എടുത്താട്ടെ. റോമാലേഖനം 12-ാം അധ്യായം നമുക്കറിയാം. റോമാലേഖനം 12-ാം അധ്യായം ഹൗ ടു സെർവ് ഗോഡ്, ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്ന് പറയുന്ന ഭാഗമാണ്. അവിടെ പറയുമ്പോൾ 1-ാം വാക്യം, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. നമ്മുടെ ശരീരം ദൈവത്തിന് സമർപ്പിക്കണം. 2-ാം വാക്യം നോക്കിയാട്ടെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവുമുള്ള പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദാറ്റ് ഈസ് അവർ സോൾ. നമ്മുടെ രൂപാന്തരം പ്രാപിച്ച സോൾ, റിന്യൂഡ് സോൾ. നമ്മൾ കർത്താവിന് പ്രസാദകരമായി സേവ ചെയ്യാൻ നമ്മുടെ ആ സോളിന്, മനസ്സിന് രൂപാന്തരം സംഭവിക്കണം. 11-ാം വാക്യം നോക്കിയ 11-ാം വാക്യം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായ കർത്താവിനെ സേവിപ്പിൻ, ഫർവന്റ് ഇൻ സ്പിരിറ്റ്. നോക്കുക, ഇവിടെ 3 എടുത്ത് പറയുന്നു. 1-ാം വാക്യത്തിൽ ശരീരം, 2-ാം വാക്യത്തിൽ ദേഹി അല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ സോൾ, 11-ാം വാക്യത്തിൽ ആത്മാവ്. ദൈവത്തെ പ്രസാദമുള്ള ഒരു സേവ ചെയ്യണമെങ്കിൽ, പ്രസാദമുള്ള സേവ ചെയ്യണമെങ്കിൽ എൻ്റെ ശരീരം ദൈവത്തിന് സമർപ്പിച്ചിരിക്കണം, എൻ്റെ സോളിന് രൂപാന്തരം സംഭവിക്കണം, എൻ്റെ സ്പിരിറ്റിന് ഒരു ഉത്സാഹം, ബേണിംഗ്, ഒരു എരിവുണ്ടായിരിക്കണം. ഈ 3 ഭാഗങ്ങൾ എനിക്ക് ആവശ്യമാണ്. വീണ്ടും നമ്മൾ ഈ ത്രിഭാഗ പ്രകൃതിയുള്ള ബന്ധത്തിൽ 1-2 കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചിട്ട് ആ ഭാഗം അങ്ങ് വിടാം. നാം തിരുവചനത്തിൽ വളരെ വ്യക്തമായി ഉൽപ്പത്തി 1-ന്റെ 26-27 വാക്യത്തിൽ വായിക്കുന്നു, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. നാം നമ്മുടെ സ്വരൂപത്തിൽ, ദൈവം പറയുകയാണ്. നോക്കുക, ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും മനുഷ്യനിൽ കാണുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൃത്വം, ട്രിനിറ്റി, ത്രിയേക ദൈവം. ത്രിയേക ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, അവർ 3 വ്യക്തിത്വമാണ്, പക്ഷെങ്കിൽ സാരാംശത്തിൽ ഒന്നാണ്. ഭാര്യ-ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് തിരുവചനത്തിൽ വായിക്കുന്നു, അവർ മേലാൽ 2 ഒരു ദേഹമാണ്. ദേ ആർ നോ ലോങ്ങർ 2. ഭാര്യയും ഭർത്താവും 2 വ്യക്തിത്വമാണെങ്കിലും യഥാർത്ഥ ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ വരുമ്പോൾ അവർ ഏതാണ്ട് ഒരു ആത്മാവിൽ അവരെ കാണപ്പെടുന്നു. അവരുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം ഒരുപോലെ. അവർ മേലാൽ 2 ഒന്നാണ്. അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയണ്ടേ ക്ലൈമാക്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മനോഹരമായ ദൃഷ്ടാന്തം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമാണ്. അവർ
3 വ്യക്തിത്വമാണെങ്കിലും അവർ സാരാംശത്തിൽ ഒന്നാണ്. 3 in personality but 1 in essence. 3 in personality but 1 in essence. അവരുടെ പ്രവൃത്തികളിൽ, ചിന്തകളിൽ, ഭാവങ്ങളിൽ എല്ലാം ഒന്നാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആ ത്രിത്വത്തിൻ്റെ ഒരു പ്രകടനം മനുഷ്യൻ്റെ ആ സൃഷ്ടിപ്പിൽ അവിടെ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ നോക്കിയാൽ മത്തായി സുവിശേഷം 28:19 കർത്താവിൻ്റെ അന്തിമമായ ദൗത്യം ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ ആ ഭാഗം ഒന്ന് നമുക്ക് ചിന്തിച്ചിട്ട് കടന്നു പോകാം. നമ്മൾ സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ഇത് നമുക്ക് വിഭാഗിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം 28:19 വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. വാക്ക് ശ്രദ്ധിച്ചു. ബാപ്റ്റൈസിങ് ദം ഇൻ ടു ദ നെയിം ഓഫ് ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. നെയിംസ് എന്നല്ല പറഞ്ഞത്, പേരുകൾ എന്നല്ല പറഞ്ഞത്. അവിടെ പറഞ്ഞത് ഏകവചനമാ, ഇൻ ദ നെയിം ഓഫ് ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. കാരണം എന്നാ? നെയിം എന്നുള്ളത് ഏകവചനമാ, ബഹുവചനമല്ല ഇവിടെ ഉപയോഗിച്ചത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. അവിടെ വളരെ വ്യക്തമായി ഈ 3 വ്യക്തിത്വം ഒന്നാണെന്നുള്ളതിൻ്റെ മനോഹരമായ ദൃഷ്ടാന്തം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു സത്യം. എന്താ സത്യം? ആ സ്വരൂപത്തിൽ, സാദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമുക്കും ലഭിച്ചു ഒന്നായിരിക്കുന്ന 3 പ്രകൃതി: ആത്മാവ്, ദേഹി, ശരീരം. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് തിരുവനന്തപുരത്തിൽ നിന്ന് വീണ്ടും ഒരു മനോഹരമായ കാര്യം ഓർക്കാം. അറിയാവുന്നതായതുകൊണ്ട് ഞാൻ പറഞ്ഞുവിടാം. ദൈവത്തിന് വസിപ്പാൻ പഴയ നിയമത്തിൽ ഒരാലയം ഉണ്ടാക്കാൻ പറഞ്ഞു, സമാഗമന കൂടാരം. അതിനെത്ര ഭാഗമുണ്ട്? പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. നോക്കുക, ദൈവത്തിൻ്റെ ഡ്വെല്ലിങ് നമ്മൾ ഓർക്കണം, ഒരു ഭാഗമല്ല, 3 ഭാഗം കൂടെയാണ്. ഇത് തന്നെയല്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് രേഖപ്പെടുത്തുമ്പോൾ പുതിയ നിയമത്തിൽ ഈ ശരീരം ദൈവത്തിൻ്റെ വാസസ്ഥലമാണെങ്കിൽ ഇതിനും പഴയ നിയമത്തിൽ ദൈവം വസിച്ച ഇടത്തിന് 3 പ്രതലമുള്ളതുപോലെ ഇവിടെയും 3 പ്രതലം കാണപ്പെടുന്നു. ഇനി ഉൽപ്പത്തി പുസ്തകം എടുക്കാം. ഞാൻ അതോടെ പറഞ്ഞിട്ട് ഈ ഭാഗം വിടാം. എനിക്ക് വളരെ മനോഹരമായി തോന്നിയ ദൈവവചനത്തിൻ്റെ നിസ്തുല്യത, വചനത്തിൻ്റെ ബ്യൂട്ടി ഈ കാര്യത്തിലും എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ ഉൽപ്പത്തി പുസ്തകത്തെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ആക്ട് ഓഫ് ക്രിയേഷൻ, സൃഷ്ടിപ്പിനുള്ള ബന്ധത്തിൽ 3 പ്രാവശ്യം ദൈവം സൃഷ്ടിച്ചതിനെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടി ആയിട്ട് തോന്നുന്നു. 1-ാം വാക്യം നോക്കിക്കാട്ടെ. ആദിയിൽ ദൈവം, ഉൽപ്പത്തി 1:1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദ ഒറിജിൻ ഓഫ് മാറ്റർ. ഒറിജിൻ ഓഫ് മാറ്റർ. സകല വസ്തുക്കളും ദൈവം അവിടെ സൃഷ്ടിക്കുകയാണ്. ഒറിജിൻ ഓഫ് മാറ്റർ. ഇനി അടുത്ത ശ്രദ്ധിച്ചാട്ടെ, 21-ാം വാക്യം. ദൈവം വലിയ തിമിംഗലങ്ങളും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതാതരം ജീവജന്തുക്കളും അതാതരം പർവ്വജാതികളെയും സൃഷ്ടിച്ചു. ക്രിയേഷൻ ഓഫ് ലിവിങ് ബീയിങ്സ് ഓർ ഒറിജിൻ ഓഫ് ലൈഫ് വിത്ത് എ ലിവിങ് സോൾ. ദേഹിയുള്ള ജീവജാലങ്ങളെ ദൈവം സൃഷ്ടിക്കുന്നു. 2-ാമത്തെ പ്രാവശ്യം സൃഷ്ടിപ്പെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 3-ാമത്തെ ഭാഗം നോക്കിയാട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യം. അവിടെ നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ഇങ്ങനെ പറഞ്ഞിട്ട് 27-ാം വാക്യം. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. അവിടെ നോക്കിയാട്ടെ, ക്രിയേഷൻ ഓഫ് മാൻ. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു. ആ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. മാൻ ബിക്കേം എ ലിവിങ് സോൾ ഓർ ലിവിങ് മാൻ ബിക്കേം എ സ്പീക്കിംഗ് സോൾ. ഇവിടെ ഈ ഉൽപ്പത്തി 1-ൽ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തോ, 3 പ്രാവശ്യമാണ് സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിയത്. ആ അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ സകല മാറ്ററും സൃഷ്ടിക്കുന്നു. 21-ാം വാക്യത്തിൽ ദേഹിയുള്ള സോളുള്ള ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു. പിന്നീട് പറയുന്നത് മനുഷ്യനിൽ ആത്മാവിനെ സൃഷ്ടിക്കുമ്പോഴാണ്. 3 പ്രാവശ്യം ആ വാക്ക് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവമാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവിനെ സൃഷ്ടിച്ചത്. സക്കറിയ പ്രവചനം 12:1 നാം വായിക്കുന്നുണ്ട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം വിരിക്കുകയും മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ സൃഷ്ടിക്കുകയും ചെയ്ത ദൈവം അരുളി ചെയ്തു. ആകാശം വിരിച്ചതുപോലെ ഭൂമിക്ക് അടിസ്ഥാനമിട്ടതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്
മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവനൊരു ആത്മാവിനെ കൊടുക്കുന്നത്. അതുകൊണ്ട് എബ്രായലേഖനം 12:9 നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാക്കളുടെ പിതാവെന്ന് അവനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഈസ് ദ ഫാദർ ഓഫ് സ്പിരിറ്റ്. എബ്രായലേഖനം 12:9 വായിക്കുന്നു, ഫാദർ ഓഫ് സ്പിരിറ്റ്. സകല ആത്മാക്കളുടെയും ദൈവം അവനാണ്, ഫാദറാണ്. ഫാദർ എന്നുള്ള വാക്ക് വരുമ്പോൾ അവനിൽ നിന്നാണ് ആ ഒറിജിൻ. ഈ ലോകത്തിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ആത്മാവിനെ കൊടുക്കുന്ന ദൈവമാണ്. മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വിഭിന്നനായി തീർന്നതിൻ്റെ കാരണം അവനിലുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇനി നമുക്ക് നോക്കാം, എന്താണ് മനുഷ്യനുള്ള ആത്മാവ്? നമുക്കറിയാം, മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ജീവനുണ്ട്, സോളുണ്ട്. അവയ്ക്ക് ശരീരവുമുണ്ട്, സോളുമുണ്ട്. എന്നാൽ മനുഷ്യനായ സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വിഭിന്നമായിരിക്കുന്നതിൻ്റെ കാരണം അവനിലൊരു ആത്മാവ് കൂടെയുണ്ട്. ഇത് നമ്മളൊന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യൻ ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ നോക്കണം, അതിന് ആത്മാവില്ല, ദേഹി മാത്രമേ ഉള്ളൂ, അത് ഇല്ലാതെ പോവുകയാണ്. എന്നാൽ മനുഷ്യനെ കൊന്നാൽ തന്നെ അവൻ്റെ സോള് മരിക്കത്തില്ല. കാരണം എന്താ? സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം, സ്പിരിറ്റും സോളും, മനുഷ്യൻ്റെ സ്പിരിറ്റിനെയും സോളിനെയും ഒരിക്കലും വേർപെടുത്താൻ കഴിയത്തില്ല. മരിച്ചാലും ശരി, ജീവിച്ചാലും ശരി, എന്ത് ചെയ്താലും ശരി, ഈ സ്പിരിറ്റും സോളും, ദേഹിയും ആത്മാവും തമ്മിൽ വേർതിരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഓർത്തു, ദൈവവചനത്താൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാമെന്നുള്ളതല്ലാതെ ഇതിനെ മരിക്കുമ്പോഴും വേർതിരിപ്പാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല, മനുഷ്യനതിനെ കൊല്ലാനും കഴിയില്ല. മത്തായി സുവിശേഷം 10:28 നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, മരണത്തോടുള്ള ബന്ധത്തിൽ, മറ്റുള്ളവർ കൊല്ലുന്നതിനുള്ള ബന്ധത്തിൽ. മത്തായി സുവിശേഷം 10:28 ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ആ വാക്ക് ശ്രദ്ധിച്ചോ, സോളിനെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. മനുഷ്യന് ആകെ ചെയ്യാൻ കഴിയുന്നത് ശരീരത്തെ കൊല്ലാൻ. They cannot kill the soul of man. മനുഷ്യൻ്റെ ദേഹി അല്ലെങ്കിൽ ആത്മാവിനെ കൊല്ലുവാനായിട്ട് മറ്റാർക്കും സാധിക്കത്തില്ല. എന്താണ് മനുഷ്യനുള്ള ഈ സ്പിരിറ്റ്? എന്നിലും നിങ്ങളിലും ഒരു സ്പിരിറ്റുണ്ട്. ഈ സ്പിരിറ്റ് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് നമ്മളെ വിഭിന്നമാക്കി തീർത്തുവെന്ന് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ആശയം? അതിൻ്റെ ആശയം നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 2:11 എന്താണ് മനുഷ്യനുള്ള ഈ ആത്മാവ്? എന്താണ് മനുഷ്യനുള്ള പ്രത്യേകത? മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ എന്തുകൊണ്ട് വിഭിന്നമായിരിക്കുന്നു? 1 കൊരിന്ത്യർ 2:11 1 കൊരിന്ത്യർ 2:11 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവിടെ വായിക്കുന്നത്, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരറിയുന്നു? അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ കുറച്ചുകൂടെ നമുക്കിത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ മനുഷ്യൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം സ്മോൾ എസ്സാ, സ്പിരിറ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് സ്മോൾ എസ്സാ. എന്നാൽ ദൈവത്തിൻ്റെ സ്പിരിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ക്യാപിറ്റൽ എസ്സാ. അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ പലതും വായിച്ചാൽ ഉപദേശപരമായിട്ടുള്ള പല കാര്യങ്ങളും കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നിടത്ത് സ്മോൾ എസ്സും ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ക്യാപിറ്റൽ എസ്സുമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സംശയമുള്ളപ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കിക്കോണം. ഇവിടെ നോക്കുക, ഈ 11 സ്മോൾ എസ് ആണ്. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ അറിയുന്നു. എന്നാൽ അതിൻ്റെ താഴെ ദൈവാത്മാവെന്ന് ഉപയോഗിച്ചിരിക്കുമ്പോൾ ക്യാപിറ്റൽ എസ് ആണ്. ഈ വാക്യത്തിൻ്റെ ആശയം എന്നാ? സ്പിരിറ്റ് ഓഫ് മാൻ ഈസ് ഷോൺ ആസ് ദ സീറ്റ് ഓഫ് ഇൻ്റലിജൻസ്. അറിയുന്നത് മനുഷ്യൻ്റെ ആത്മാവാണ്. മനുഷ്യൻ്റെ ആത്മാവാണ് നമ്മളിവിടെ ഓർത്തതുപോലെ, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരറിയുന്നു? മനുഷ്യൻ്റെ സ്പിരിറ്റാണ് മനുഷ്യനിലുള്ളതിനെ മനസ്സിലാക്കി തരുന്നത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇൻ്റലിജൻസ്, മനുഷ്യന് ചിന്തിപ്പാനായിട്ടുള്ള കഴിവ്, റീസൺ ചെയ്യുവാനായിട്ടുള്ള കഴിവ്. മറ്റ് ജീവജാലങ്ങൾ നമ്മൾ നോക്കുക, മൃഗത്തിന് സോളുണ്ട്. കുരങ്ങ് അല്ലെങ്കിൽ ഈ കുരങ്ങുകളും അതുപോലെ ഒക്കെ മനുഷ്യനോട് കുറച്ചുകൂടി രൂപസാദൃശ്യവുമുണ്ട്. പക്ഷേ അവയ്ക്ക് മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ, റീസൺ ചെയ്യുന്ന പോലെ ചിന്തിക്കുന്നതിനോ റീസൺ ചെയ്യുന്നതിനോ കഴിയുന്നില്ല. എന്താ കാരണം? മനുഷ്യനിൽ ആത്മാവുണ്ട്. ആത്മാവാണ് ഇറ്റ് ഈസ് എ സീറ്റ് ഓഫ് ഇൻ്റലിജൻസ് എന്ന്, ബുദ്ധിശക്തിയുടെ ആ കേന്ദ്ര ഭാഗമെന്ന് പറയുന്നത് സ്പിരിറ്റാണെന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ 1-2 വാക്യം കൂടെ ചൂണ്ടിക്കാണിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 32-8 ഒന്ന് നോക്കിയാട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം വളരെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ മനസ്സിലാക്കി തരുന്ന ഒരു വേദഭാഗമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 32-8 അവിടെയും മനുഷ്യനുള്ള
ആത്മാവിനെ കുറിച്ച് പറയുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 32:8 വാക്യം. എന്നാൽ മനുഷ്യനിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവന് വിവേകം നൽകുന്നു. നമുക്കറിയാം, ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആ സ്പിരിറ്റിനെ കൊടുത്തു. അപ്പോഴാണ് അവന് ജീവനുള്ള ദേഹിയായത്. ഇവിടെ എന്താ വായിക്കുന്നത്? മനുഷ്യനിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവന് വിവേകം നൽകുന്നു. ഞാൻ 1-2 ഇംഗ്ലീഷ് ഭാഷാന്തരം വായിക്കാം. NIV translation. But it is a spirit in a man, the breath of the Almighty, that gives him understanding. ആ വാക്യം നോക്കിയേ. It is a spirit in man and the breath of the Almighty that gives him understanding. സർവശക്തൻ അവനിൽ കൊടുത്ത ജീവശ്വാസമുണ്ടല്ലോ, ആത്മാവുണ്ടല്ലോ, അതാണ് അവന് ചിന്തിപ്പാൻ കഴിവ് കൊടുക്കുന്നത്. മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വിഭിന്നമായിരിക്കുന്നത് അവനിലുള്ള ദൈവം നൽകിയ ആത്മാവാണ്. ഇല്ലെങ്കിൽ മൃഗങ്ങളും മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചേനെ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് കണ്ടു, ആദ്യം മാറ്റർ സൃഷ്ടിച്ചു, പിന്നീട് സോളുള്ള ജീവികളെ സൃഷ്ടിച്ചു, മനുഷ്യനെ പ്രത്യേകമായി സൃഷ്ടിച്ചപ്പോൾ അവനിൽ ദൈവം ഈ സോള് മാത്രമല്ല ശ്വാസം കൂടെ കൊടുത്തു. ഹി ബിക്കേം എ ഡിഫറെന്റ് ലിവിംഗ് ബീങ്. ഇവിടെ നമ്മൾ ഓർത്തതുപോലെ വായിച്ചതുപോലെ വളരെ വ്യക്തമായി, ബട്ട് ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ഇൻ മാൻ, ദ ബ്രെത്ത് ഓഫ് ദ ഓൾമൈറ്റി ദാറ്റ് ഗിവ്സ് ഹിം അണ്ടർസ്റ്റാൻഡിങ്. ഓ, എത്ര ക്ലിയറായിട്ട് ആ വാക്യം പറയുന്നു. ഒരു വാക്യം കൂടെ നോക്കാം. സദൃശവാക്യം 20:27. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളിലേക്ക് ഒക്കെയും ശോധന ചെയ്യുന്നു. ആ വാക്യം നോക്കിയാട്ടെ. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെ ഒക്കെയും ശോധന ചെയ്യുന്നു. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം. ദ സ്പിരിറ്റ് ഓഫ് മാൻ ഈസ് ദ കാൻഡിൽ ഓഫ് ദ ലോർഡ്, സെർച്ചിങ് ഓൾ ഇൻവേർഡ് പാർട്സ് ഓഫ് ദ ബെല്ലി. ദ സ്പിരിറ്റ് ഓഫ് മാൻ ഈസ് ദ കാൻഡിൽ ഓഫ് ദ ലോർഡ്. മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്നത്, ദൈവം പറയുന്നത് എന്താണെന്ന്, ഇറ്റ് ഈസ് എ കാൻഡിൽ ഓഫ് ദ ലോർഡ്. ദൈവം ഉള്ളിൽ കത്തിച്ച ഒരു കാൻഡിലാണ്, ഒരു തിരിയാണ്. അതെന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് സെർച്ചിങ് ദ ബെല്ലീസ്. മനുഷ്യൻ്റെ ഉള്ളിലുള്ളതിനെയൊക്കെ സെർച്ച് ചെയ്യുന്നത്, ശോധന ചെയ്യുന്നത് ഈ ആത്മാവാണെന്ന് പ്രത്യേകം നമ്മൾ കാണുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്പിരിറ്റ് ഓഫ് മാൻ ഈസ് ദ സ്പിയർ ഓഫ് ഗോഡ് കോൺഷ്യസ്. ഏത് മനുഷ്യനെ ഒന്നെടുത്തേ, ലോകത്തിൽ പുരാതന കാലം തൊട്ട് ചരിത്രത്തിൻ്റെ പുറകിലോട്ടൊന്ന് ഇറങ്ങി നോക്കിയേ, മനുഷ്യൻ്റെ ഉൽപ്പത്തി തുടങ്ങി നോക്കിയേ, ലോകത്തിൻ്റെ ഏത് കോണിലും നോക്കിയേ, മനുഷ്യൻ എപ്പോഴും ഗോഡ് കോൺഷ്യസ് ആണ്. ദൈവം എന്നുള്ളൊരു ചിന്ത മനുഷ്യനുണ്ട്. ഏത് മനുഷ്യനും, ഏത് ജാതിയിലും, ഏത് കുലത്തിൽപ്പെട്ടവനും, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഏത് കാലഘട്ടം എടുത്താലും എല്ലാ മനുഷ്യനും ദൈവമെന്നൊരു ചിന്തയുണ്ട്. എന്താ കാരണം? അവൻ്റെ ഉള്ളിലുള്ള ഈ ആത്മാവാണ്. ഈ ആത്മാവ്, ഇറ്റ് ഗിവ്സ് ഹിം ഗോഡ് കോൺഷ്യസ്. ദൈവസംബന്ധമായ ഒരു ബോധം അവൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് ഈ ആത്മാവാണ്. നമ്മൾ ഓർത്തു, ഈ ആത്മാവ് ദൈവം തന്നിരിക്കുന്ന, മനുഷ്യനെ തന്നിരിക്കുന്ന, അവൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ, അവൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ അവനോട് ബന്ധപ്പെടുവാൻ കൊടുത്ത ഒരു ഭാഗമാണ്. ഇത് തമ്മിൽ വേർതിരിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഓർത്തതുപോലെ ദൈവവചനത്താൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എബ്രായർ 4:12 നമ്മൾ ഓർക്കുകയുണ്ടായി. നോക്കണം, ഈ നമ്മളിലെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ എന്താ സംഭവിക്കുന്നത്? വേറൊരു ആത്മാവിനെ കൂടെ തരികയാണ്. റോമലേഖനം 8:16 നോക്കി. അത് ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ ആ ക്യാപിറ്റലിസം സ്മോളസും തിരിച്ചറിയാം. ഇംഗ്ലീഷ് ബൈബിളിലുള്ള പ്രിയപ്പെട്ടവർ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. റോമൻസ് ചാപ്റ്റർ 8:16 രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ സംഭവിച്ചിരിക്കുന്ന വ്യതിയാനം. റോമർ 8:16 ഇങ്ങനെ വായിക്കുന്നുണ്ട്: നാം ദൈവമക്കളാകുന്നെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ടെസ്റ്റിഫൈസ് ടു അവർ സ്പിരിറ്റ്. രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവം തൻ്റെ ആത്മാവിനെ ഉള്ളിൽ തരുമ്പോൾ, അവിടെ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഒന്ന് ക്യാപിറ്റലസ് ആണ്, ഗോഡ് സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആ ആത്മാവ് നമ്മുടെ സ്പിരിറ്റിനോട് പറയും. അപ്പോൾ സ്പിരിറ്റ് എവിടോട്ടാണ് സംസാരിക്കുന്നത്? ഇറ്റ് ഈസ് ടു അവർ സ്പിരിറ്റ്. ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു അവർ സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സംസാരിക്കുന്നു. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് അവൻ്റെ ആത്മാവിനോടാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയോട് ദൈവത്തിന് സംസാരിപ്പാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത്, പ്രാകൃത മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്ത മനുഷ്യന് ദൈവാത്മാവിൻ്റെ ആലോചന കൈക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ വീണ്ടും ജനിച്ചില്ലേ സ്വർഗരാജ്യം കാണുവാൻ കഴിയില്ല. പല ആശയങ്ങളുള്ളതിൽ ഒന്ന് ഞാൻ പറയട്ടെ, ഈ സ്വർഗരാജ്യം കർത്താവ് വിഭാവനം ചെയ്തത് കാണണമെങ്കിൽ തന്നെ ഒരു വീണ്ടും ജനനം സംഭവിക്കണം.
വീണ്ടും ജനിക്കാത്തൊരുത്തന് നമ്മൾ ഓർത്തതുപോലെ ആത്മാവ് നമ്മോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ ഈ 3 ഭാഗപ്രകൃതിയിൽ ദ ഹയർ പാർട്ട് ഈസ് ദ സ്പിരിറ്റ്. ഇതിൻ്റെ ഏറ്റവും ഉയരത്തിൻ്റെ പ്രതലം സ്പിരിറ്റാണ്. അതിൻ്റെ താഴെ സോളാണ്, ദേഹി. അതിൻ്റെ താഴെയാണ് ശരീരം. ഈ ദേഹിയാണ് ആത്മാവിനെ ശരീരത്തെ നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ടിരുന്നത്. ദേഹി എന്ന് പറയുന്ന ഭാഗം എന്താണ്? ഈ സോൾ എന്ന് പറഞ്ഞാൽ എന്താ? എമോഷണൽ ബീയിങ്. മനുഷ്യൻ്റെ എമോഷൻസ്, മനുഷ്യൻ്റെ വികാരങ്ങൾ. മനുഷ്യൻ കരയുന്നു, മനുഷ്യൻ കെട്ടിപ്പിടിക്കുന്നു, മനുഷ്യൻ ചിരിക്കുന്നു. മനുഷ്യന് എമോഷൻ പാർട്ടുണ്ട്. എമോഷണൽ പാർട്ടാണ് സോളിൻ്റെ പാർട്ട്, സ്പിരിറ്റിൻ്റെ പാർട്ടാണ്. ആ സ്പിരിറ്റാണ് ഈ സോളിനോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഓർക്കണം, സോള് ഇതിനെ രണ്ടിലെ ലിങ്ക് ചെയ്യാണ്. ശരീരത്തെയും ആത്മാവിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നത് ഈ ഭാഗമാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. എന്നാൽ മനുഷ്യൻ്റെ വീഴ്ചയിൽ എന്താണ് സംഭവിച്ചത്? മനുഷ്യന് അനുസരണക്കേട് കാണിച്ചപ്പോൾ, നല്ല മനോഹരമായൊരു ദൃഷ്ടാന്തം ഞാൻ അതിനെക്കുറിച്ച് പറയാറുണ്ട്. മനുഷ്യന് പാപം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? മനുഷ്യൻ്റെ ശരീരമെന്ന് പറഞ്ഞാൽ, അല്ലെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ, ഒരു 3 നില കെട്ടിടമാണെന്ന് ഓർക്കുക. 3 ഫ്ലോർ, 3 നില കെട്ടിടം. താഴത്തെ നില ശരീരം, മുകളിലത്തെ നില ദേഹി, അതിൻ്റെ മുകളിലത്തെ നിലയാണ് ആത്മാവ്. ഈ ആത്മാവിലാണ് ദൈവത്തോട് ബന്ധപ്പെട്ടിരുന്നത്. ഒബ്സർവേറ്ററി പോലെ ഇങ്ങനെ ദൈവത്തോട് ബന്ധപ്പെട്ടിരുന്നു. ഒരു ഭൂകമ്പം ഉണ്ടായി, വലിയൊരു ഭൂകമ്പം ഉണ്ടായി. മുകളിലത്തെ നില അങ്ങ് ഇടിഞ്ഞു വീണു. പിന്നീട് എന്താ ഉള്ളത്? ദേഹിയുമുണ്ട്, ശരീരമുണ്ട്. രക്ഷിക്കപ്പെടാത്തൊരുത്തന ദേഹിയുമുണ്ട്, ഈ ശരീരമുണ്ട്. ആത്മസംബന്ധമായി ദൈവത്തോട് മരിച്ചുപോയി, ജീവനില്ല. എന്താ സംഭവിച്ചത്? നമ്മളിനി സംഭവിച്ചത് നോക്കിയാൽ, നമ്മൾ ഉൽപ്പത്തി 2:17 നോക്കിയാട്ടെ. എന്നാൽ നന്മതിന്മകളെക്കുറിച്ച് അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ മരിക്കും. നമുക്കറിയാം, ആദം പിന്നെയും എത്രയോ വർഷം ജീവിച്ചിരുന്നു. അദ്ദേഹം മക്കളെയും ഒക്കെ ജനിപ്പിച്ച് അനേക വർഷങ്ങൾ, ഓൾമോസ്റ്റ് 1000 years, 900 വർഷം ജീവിച്ചിരുന്ന് മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട് ആദം വളരെ ജീവിച്ചിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നുണ്ട്, നീ തിന്നുന്ന നാളിൽ മരിക്കും. ദി ഡേ യു ഈറ്റ് യു വിൽ ഡൈ. നീ തിന്നുന്ന നാളിൽ മരിക്കും. ആ മരണം സംഭവിച്ചത് എവിടെയാണെന്ന് നോക്കുക. അവൻ്റെ ആത്മാവിലാണ് സംഭവിച്ചത്. ആ മരണം മനുഷ്യനിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ ഇതിൻ്റെ ഫലമായി മറ്റു പല സംഭവങ്ങൾ നടന്നു. മനുഷ്യൻ്റെ ഈ ആത്മാവ് മരിച്ചുപോയ ശേഷം ദൈവം പറയുന്നുണ്ട്, മനുഷ്യൻ നമ്മെപ്പോലെ നന്മതിന്മകളെ തിരിച്ചറിയാൻ നമ്മെപ്പോലെ ഒരുവനെ പോലായി, ദൈവത്തെ പോലായിരുന്നു. നമ്മെപ്പോലെ ഒരുവനെ പോലായി, നന്മതിന്മകളെ തിരിച്ചറിയാൻ. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് എല്ലാത്തിനും ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. ഒരു ഇന്നസെന്റ് ചൈൽഡിനെ പോലെ അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അവൻ ജീവിച്ചിരുന്നത്. എന്നാൽ പാപം ചെയ്ത ആത്മാവിൽ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ്റെ സോൾ ഇതിലാണ് അവൻ എമോഷണൽ ബീയിങ് ആയി മാറുകയാണ്. അതിനെ ആസ്പദമാക്കി ദൈവം പറയുക, മനുഷ്യൻ നമ്മെപ്പോലെ ഒരുവനെ പോലായി, ഇനിയും നന്മതിന്മകളെ ഈ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കൂടെ തിന്നിട്ട് ജീവിക്കാതിരിക്കാൻ പുറത്താക്കുക. ഇന്ന് നമ്മൾ കണ്ടോ, എത്രയോ ആൾ ദൈവങ്ങളുണ്ട് ഈ ലോകത്തിൽ. എത്രയോ മനുഷ്യരെ ദൈവമായിട്ട് ആരാധിക്കുന്നു. എന്താ കാരണം? ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അവർ നമ്മെപ്പോലെ ഒരുവനെ പോലെ ആയി മാറി. ഇവൻ്റെ സോൾ ഫാക്കൽറ്റി, ദേഹിയുടെ ഭാഗമങ്ങ് വളരെ വളരെ വർദ്ധിച്ചു. ആത്മാവിൻ്റെ പ്രവർത്തനമില്ലാതെ ദേഹിയുടെ ഭാഗം അങ്ങ് വളരെ വിപുലമായിട്ട് അവൻ തന്നെ ദൈവമാണെന്നൊരു ഫീലിങ്ങിലേക്ക് അവൻ കടന്നു വന്നു. അനേക ആൾ ദൈവങ്ങൾ, മതങ്ങൾ ലോകത്തിൽ ഉണ്ടായതിൻ്റെ കാരണം അവൻ്റെ സോളിൽ നിന്നുള്ള ഇതാണ്. അതിൻ്റെ ഫലമാണ് ഇന്നും രക്ഷിക്കപ്പെടാത്ത ആളുകൾ ഇന്നും എമോഷണൽ വികാരങ്ങൾക്ക് വളരെ പ്രാധാന്യത കൊടുക്കും. മതങ്ങളൊക്കെ നോക്കി, ചേങ്ങലയും വെടിക്കെട്ടും ശബ്ദങ്ങളും തുള്ളലും, എമോഷൻസ്, അതെല്ലാം എമോഷനെ സ്റ്റെയറപ്പ് ചെയ്യുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭയങ്കരം ചെണ്ടയടിയും തമ്പാറുകൊട്ടും വെടിക്കെട്ടും ഭക്തിയുടെ പ്രകടനം. ഇറ്റ് ഈസ് ഓൺ ദ സോൾ, എമോഷണൽ. നമുക്കറിയാം, സത്യാരാധന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം ദ സ്പിരിറ്റ്. നമ്മുടെ ആത്മാവിലുള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യന്
ഇന്നും നോക്കുക, എമോഷണൽ ബീയിങ് ആയിപ്പോയി. ആ സോളിലോട്ടുള്ള ഫാക്കൽറ്റി വളരെ വർദ്ധിച്ച് ദൈവത്തെ പോലെ. ഞാൻ ഓർക്കുന്നു, ഈ മരണം ദൈവം അനുഗ്രഹമായിട്ട് കൊടുത്തു. എന്താ കാരണം? നമുക്കറിയാം, മനുഷ്യനുള്ള ചരിത്രം നോക്കുമ്പോൾ പിന്നീട് എന്താ വായിക്കുന്നത്? മനുഷ്യന് ഇവൻ്റെ സോൾ ഫാക്കൽറ്റി വർദ്ധിച്ചതിൻ്റെ ഫലമായി 6-ാം അധ്യായത്തിൽ വരുമ്പോൾ 11-ാം വാക്യത്തിലൊക്കെ ഭൂമി വഷളത്തരമായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. എർത്ത് വാസ് ഫിൽഡ് വിത്ത് കറപ്ഷൻ ആൻഡ് വയലൻസ്. മരിക്കാതെ ഈ മനുഷ്യനൊക്കെ ഈ വയലൻസും കറപ്ഷനും കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞ് മരിക്കാതിരിക്കുക. ദൈവം അവനെ പുറത്താക്കാതിരിക്കുക. അതിന് ഇവരെല്ലാം കൂടെ പോയി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ തിന്നിട്ട് എന്നേക്കും അങ്ങ് ജീവിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ സ്ഥിതി എന്ത് വരുന്നു? ഒരു നിമിഷം ആലോചിച്ച്, മനുഷ്യൻ്റെ സ്ഥിതി, ലോകത്തിൻ്റെ സ്ഥിതി എങ്ങനെയായിരുന്നു? മുന്നോട്ട് ഒരു നിമിഷം പോകാനൊക്കില്ല. ഈ വയലൻസും കറപ്ഷനും വർദ്ധിച്ചിട്ട് അവൻ മരിക്കാതിരിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ മനുഷ്യന് ജീവിക്കാനൊക്കത്തില്ല, നരകത്തിന് തുല്യമായനെ. ദൈവം അതുകൊണ്ട് മനുഷ്യനെ പുറത്താക്കി, മരിക്കാൻ വേണ്ടി പുറത്താക്കി. മരണം ആക്ച്വലി ഒരു അനുഗ്രഹമാണ്. മരണം മനുഷ്യനെ സംബന്ധിച്ചൊരു അനുഗ്രഹമാണെന്നാണ് ഞാൻ കരുതുന്നത്. ദുഃഖമാണെന്ന് നമുക്ക് തോന്നും, ദുഃഖമാണ്, ഒടുക്കത്തെ ശത്രുവാണ്, കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലും ഒരു അനുഗ്രഹമായി നമുക്ക് തന്നെ. മനുഷ്യൻ മരിച്ചെങ്കിൽ മാത്രമേ ഈ അതിക്രമങ്ങളിൽ നിന്ന് അവനൊരു മോചനം ലഭിച്ച, അല്ലെങ്കിൽ അവൻ്റെ വലിയ ദോഷപ്രവൃത്തിയിലേക്ക് അവൻ മുന്നോട്ട് പോകാതിരിക്കും. മരണം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെപ്പറേഷൻ. ഡെത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സെപ്പറേഷൻ. ഏതെനിൽ നീ തിന്നുന്ന നാളിൽ മരിക്കും. ദർ വാസ് എ സെപ്പറേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. മനുഷ്യനും ദൈവമായിട്ടൊരു വേർപാടുണ്ടായി. ദാറ്റ് വാസ് എ സ്പിരിച്വൽ ഡെത്ത്, ആത്മിക മരണം, ആത്മിക സെപ്പറേഷൻ. ഈ ആത്മിക മരണം സംഭവിച്ച് ശരീരത്തിൽ അത് ബാധിച്ചു. ആത്മിക മരണം യെശയ്യാപ്രവചനം 59:2, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ ദൈവത്തോട് സെപ്പറേറ്റ് ചെയ്തത് നിങ്ങളുടെ അതിക്രമമാണ്. യെശയ്യാ 59:2 വാക്യം. എഫെസ്യർ 2:1, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച് നമ്മൾ ദൈവത്തെ നകന്നുപോയി. സെപ്പറേഷൻ. അങ്ങനെ സെപ്പറേഷൻ, സ്പിരിച്വൽ സെപ്പറേഷൻ സംഭവിച്ചവർക്ക് കുറേശ്ശെ ശരീരത്തിൽ ആ മരണം കടന്നു വരികയാണ്. മരണത്തിൻ്റെ ഒരു പ്രമാണം റോമാലേഖനം 8 വായിക്കുന്നു. മരണത്തിൻ്റെ ഒരു പ്രമാണം ശരീരത്തിൽ പ്രവർത്തിക്കുക. അത് സ്ലോലി ഇങ്ങനെ പ്രവർത്തിച്ച് അവസാനം പോയി മരിക്കും. ശരീരത്തിന് മരണം സംഭവിക്കും. നമുക്കത് കുറച്ചുകൂടി വിശദമായി പിന്നീട് ചിന്തിക്കാം. എന്നാൽ യാക്കോബിൻ ലേഖനം 2:26 വായിക്കുന്നു, ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമാകുന്നു. ആ ആത്മാവ് ശരീരത്തിൽ വന്നപ്പോൾ ജീവനുള്ളവനായി, ആത്മാവ് ശരീരത്തെ വിടുമ്പോൾ മരിക്കുന്നു. അപ്പോൾ 3 വിധമായ മരണം കാണുന്നുണ്ട്. 1 സ്പിരിച്വൽ ഡെത്ത്, ആത്മിക മരണം. 2 ഫിസിക്കൽ ഡെത്ത്, ശാരീരിക മരണം. മറ്റൊന്ന് നിത്യമരണം, 2-ാം മരണം, എറ്റേണൽ ഡെത്ത്, ദൈവത്തിൽ നിന്നേക്കുമുള്ള വേർപാട്. വെളിപ്പാട് പുസ്തകം 2:11, വെളിപ്പാട് 2:11, 20:6-14. ഇത് 2-ാം മരണം. നിത്യനരകത്തിൽ അവരെ ഇടുന്നതാണ് 2-ാം മരണം. എന്നേക്കും അവർ മാറ്റപ്പെടുകയാണ്. മരണത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ മനുഷ്യൻ ഒരുപാട് കിണഞ്ഞ് പരിശ്രമിച്ചു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ തത്വചിന്തകന്മാർ, ഫിലോസഫേഴ്സ്, കവികൾ, അവർക്ക് ഈ മരണത്തെക്കുറിച്ച് ഒരുപാട് രേഖപ്പെടുത്തി. മരണം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഫിലോസഫേഴ്സും കവികളും ഒക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് എഴുതുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തു. അവർ ചിന്തിക്കുന്നതല്ല മരണം. മരണം ഈസ് തിയോളജിക്കൽ, ഡെത്ത് ഈസ് തിയോളജിക്കൽ. മരണം ദൈവസംബന്ധമായിട്ടാണ്. കാരണം ദൈവത്തോടുള്ള ബന്ധത്തിലാണ് മരണം കടന്നു വന്നത്. നമ്മൾ എബ്രായലേഖനം 9:27 വായിക്കുന്നു, ഗോഡ് ഹാസ് അപ്പോയിന്റഡ്. ദൈവം മരണത്തെ നിയമിച്ചു. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ആരാ നിയമിച്ചത്? ദൈവം നിയമിച്ചു. നിയമിച്ചു എന്നുള്ള വാക്കിൻ്റെ, അപ്പോയിന്റ് എന്നുള്ള വാക്കിൻ്റെ ആക്ഷരിക അർത്ഥം ഇറ്റ് ഈസ് ഇൻ സ്റ്റോർ എന്നാണ്. ഇറ്റ് ഈസ് ഇൻ സ്റ്റോർ. നോക്കുക, അത് നിനക്ക് വേണ്ടി അവിടെ ഇരിപ്പുണ്ട്, സ്റ്റോറിൽ ഇരിപ്പുണ്ട്. നീ ഒരിക്കൽ മരിക്കാൻ, ഇറ്റ് ഈസ് ഇൻ ദ സ്റ്റോർ. നീ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു ന്യായവിധിയുണ്ട്. മരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു? പാപത്തിൻ്റെ ഫലം. പാപത്തിൻ്റെ ഫലം, പാപത്തിൻ്റെ ശമ്പളം മരണം. സോ മരണമെന്നുള്ള ആ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലാത്ത ആ വലിയ പ്രതിഭാസം കടന്നു വന്നിരിക്കുന്നത് ദൈവസംബന്ധമായിട്ടാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ അനുസരണക്കേട് കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത്. ഈ മരണത്തെ
നമ്മൾ ഇനിയും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയ 1-2 ഭാഗം കൂടെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. മരണം പൗലോസ് പറഞ്ഞൊരു ഭാഗം എടുക്കാൻ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മരണത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞ ഒരു ഭാഗമാണ്. വളരെ ആശയസമ്പുഷ്ടമായ ഒരു ഭാഗമാണ്. നമ്മൾ 2-3 ക്ലാസ്സുകൾ കഴിയുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ആദ്യത്തെ ഒരു ക്ലാസ്സാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. Now we know that if the earthly tent we live is destroyed, we have a building from God, an eternal home in heaven, not built by human hands. മരണത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞു നോക്കിയേ. We know that if our earthly tent we live is destroyed. ഞങ്ങൾ ജീവിക്കുന്ന ഈ ഭൗമികമായ ടെൻറ്റ് കൂടാരം നശിച്ചു പോയാൽ, അപ്പം മരണത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കിയാട്ടെ. മനുഷ്യൻ്റെ ദേഹിയും ആത്മാവും ജീവിപ്പാനായിട്ടുള്ളൊരു കൂടാരമാണ് ശരീരം. ഈ ശരീരത്തിന് കൊടുത്ത പേര് എർത്തലി ടെൻറ്റ് എന്ന ഭൗമ ശരീരം അല്ലെങ്കിൽ ഭൗമഭവനം. എർത്തലി ടെൻറ്റ് നമുക്കറിയാം, കൂടാരങ്ങളിൽ മനുഷ്യൻ പാർക്കും. ഈ കൂടാരം പൗലോസ് ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു. ആ കൂടാരപ്പണിക്കാരനെ പൗലോസ് ഈ വാക്കെഴുതുമ്പോൾ ഇതിനാശയം കുറച്ചുകൂടെ അർത്ഥപൂർണ്ണമാണ്. എന്താ കാരണം? ഒരു ശരീരം എങ്ങനെയാണ് മരിക്കുന്നത്? പൗലോസ് ഈ പറഞ്ഞ വാക്കിൽ നിന്ന് വളരെ നമുക്ക് ആശയങ്ങൾ കിട്ടുന്നുണ്ട്. പൗലോസിനറിയാം, ഏത് കൂടാരം പണിത് വെച്ചാലും കാലം കുറേ കഴിയുമ്പോൾ ഈ കാറ്റടിച്ചും മഴ പെയ്തും വെയിൽ കൊണ്ടുമൊക്കെ ഈ കൂടാരത്തിൻ്റെ തോലുമൊക്കെ അതിൻ്റെ നിറങ്ങളൊക്കെ മങ്ങി അതിൻ്റെ കയറിനൊക്കെ ബലക്ഷയമുണ്ടായി അത് കുറേയൊക്കെ തയ്ച്ചും കെട്ടിയൊക്കെ അതിനെ സൂക്ഷിച്ചു വെക്കാം. എന്നാൽ ഒരു ദിവസം ഈ കൂടാരമെല്ലാം കൂടെ നിലത്ത് വീഴും. കൂടാരം നിലത്ത് വീഴുമ്പോൾ കൂടാരത്തിനകത്ത് ജീവിച്ചവരെന്നോ ചെയ്യും? അവർ പുറത്തോട്ടങ്ങ് പോകും. പൗലോസ് അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ ശരീരം മരുന്ന് കഴിക്കാം, എക്സസൈസ് ചെയ്യാം, വിറ്റമിൻ കഴിക്കാം, എണ്ണയൊക്കെ പുരട്ടാം, ഈ ബോഡിയൊക്കെ പൗലോസ് പറഞ്ഞ പോലെ, കൂടാരപ്പണിക്കാരൻ പൗലോസ് പറഞ്ഞ പോലെ ഇതിനെ കുറച്ചൊക്കെ ബലപ്പെടുത്തി ഈ കൂടാരമൊക്കെ നിർത്തുന്ന പോലെ ഈ ശരീരത്തെ നിർത്താം. പക്ഷേ ഒരു ദിവസം വെയർ ആൻഡ് ടെയർ, ഈ വെയിൽ കൊണ്ടും ക്ഷീണിച്ചും ഒക്കെ ഇതിൻ്റെ നിറമൊക്കെ മങ്ങി ഒരു ദിവസം ഈ കൂടാരം നിലം പരിചാകും. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞാൽ മരണമാണ്. എന്ത് സംഭവിക്കും? ആ കൂടാരത്തിൽ വസിക്കുന്നവർ പുറത്തു വരുന്ന പോലെ ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവും ദേഹിയും പുറത്തു വരും. അവിടെ പൗലോസ് പറഞ്ഞ വാക്ക് നോക്കിയാട്ടെ. കൈപ്പണിയല്ലാത്ത നിത്യമായൊരു ഭവനം, കൈകൊണ്ടുണ്ടാക്കാത്തൊരു ഭവനം സ്വർഗത്തിലുണ്ട്. നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരത്തെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ ഈ പ്രയോഗത്തോടുള്ള ബന്ധത്തിൽ ദ സൈൻ ഓഫ് വെയർ ആൻഡ് ടെയർ, മനുഷ്യൻ്റെ ശരീരത്തിന് സംഭവിക്കുന്ന തേയ്മാനത്തെക്കുറിച്ച് വായിക്കുന്നു. നമ്മൾ നോക്കുക, നമ്മുടെ ശരീരം പ്രായം ചെല്ലും തോറും വെയർ ആൻഡ് ടെയർ, ഈ കൂടാരം പോലെ ക്ഷയിച്ചുകൊണ്ടിരിക്കുക. നരയൊക്കെ പിടിച്ചു, നേരത്തെ എന്ത് മുടിയൊക്കെ ഉണ്ടായിരുന്നെല്ലാം പോയി, ചുളികളൊക്കെ വീണു തുടങ്ങി. അതൊക്കെ ബലം ക്ഷയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. നമ്മൾ ഓർത്തു കൊള്ളണം, ആ കൂടാരത്തിൻ്റെ ബലം ക്ഷയിക്കുന്ന പോലെ ഇതിങ്ങനെ ക്ഷയിച്ച് അവസാനം ഇത് നിലം പരിചാകും. എന്നാൽ ഈ ഭാഗത്തെക്കുറിച്ച് പഠിക്കുവാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു ഭാഗം, ഞാൻ ആ ഭാഗം കൂടെ എടുത്തു നിർത്താം. സഭാപ്രസംഗി 12-ാം അധ്യായം. അതായത് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഭാഷകളിൽ, ലിറ്ററേച്ചറിൽ മരണത്തെക്കുറിച്ച് ഇതുപോലെ ഡിസ്ക്രൈബ് ചെയ്ത ഒരു ഡിസ്ക്രിപ്ഷൻ വേറെ ഒരു ഭാഷയിലുമില്ല. നോ ലിറ്ററേച്ചർ. ലോകത്തിൽ മനുഷ്യന് ലഭിച്ച സാഹിത്യങ്ങളിൽ ഒരു സാഹിത്യത്തിലും മരണത്തെക്കുറിച്ച് ജീവിതത്തിൽ രേഖപ്പെടുത്തിയൊരു പോർഷൻ ഇല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഭയങ്കരം അലഗോറിക്കൽ, രൂപകാലങ്കാരത്തിൽ പ്രായത്തിൻ്റെ ആധിക്യം വർദ്ധിച്ച് അവസാനം മരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 9 വരെയുള്ള വാക്യം. ഞാൻ ഓർപ്പിച്ച പോലെ ഇതൊരു അലഗോറിയാണ് എന്ന് പറഞ്ഞാൽ രൂപകാലങ്കാരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ദൈവാത്മാവിനെ രേഖപ്പെടുത്തിയതാണ്. ഒരു സാഹിത്യത്തിലും ഇതുപോലെ മനോഹരമായൊരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഏതാണ്ട് ഇപ്പം വായിച്ച കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകുന്നുള്ള
അതേ ആശയമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാൻ പോവുകയാണ്. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യം. നിന്റെ യൗവനത്തിൽ കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർനിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും, കിളിവാതുകളിലൂടെ നോക്കുന്നവർ അന്ധന്മാരാകും, തെരുവിലെ കതകുകൾ അടയും, അരയ്ക്കുന്നവരുടെ ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും, പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതി ഉള്ളതായി തോന്നും, ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും, വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവെങ്കിലെ കുടം ഉടയും, കിണറ്റിങ്കിലെ ചക്രം തകരും, പൊടി പണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവതിനെ നൽകിയ ദൈവത്തിങ്കിലേക്ക് അടുക്കിലേക്കും മടങ്ങിപ്പോകും. ഹാ, മായമായ സകലവും മായത്രയെന്ന് സഭാപ്രസംഗി പറയുന്നു. സഭാപ്രസംഗി ജ്ഞാനായിരുന്നത് കൂടാതെ അവൻ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ച് അനേക സദൃശവാക്യങ്ങൾ ചമയ്ക്കുകയും ചെയ്തു. ഞാൻ ഓർപ്പിച്ച പോലെ മനുഷ്യന് പാപത്തിൻ്റെ ഫലമായി ശരീരത്തിൽ സംഭവിക്കുന്ന വെയർ ആൻഡ് ടെയറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ഡിസ്ക്രിപ്ഷൻ മറ്റൊരു ഭാഷയിലും കാണുന്നില്ല. ഒരു ഏതാനും മിനിറ്റുകൾ ആ ഭാഗം നമുക്കൊന്ന് കണ്ണോടിക്കാം. നമ്മുടെ സ്വന്തം ജീവിതത്തോടും പരിശോധിക്കാനായിട്ട് അത് കഴിയും. 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓർക്കുക, നിന്റെ യൗവനകാൽ നിന്റെ സൃഷ്ടാവിനെ ഓർക്കുക. റിമംബർ, നീ ഓർത്തുകൊള്ളണം. നിന്റെ ആരോഗ്യ സമയത്ത്, നിന്റെ യൗവന സമയത്ത് നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ നീ ഓർത്തുകൊള്ളണം. നമ്മുടെ കർത്താവ് മത്തായി 6:33 പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കണം. കാരണം എന്നാ? അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 11-ന്റെ 8-ാം വാക്യത്തിൽ മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരുന്നെങ്കിൽ അവന് അതിൽ ഒക്കെയും എങ്കിലും അന്ധകാരകാലം ദീർഘമായിരിക്കുമെന്ന് അവൻ ഓർത്തുകൊള്ളുക. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കിയാട്ടെ, അന്ധകാരകാലം. 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കിയാട്ടെ, ദുർനിവസങ്ങൾ വരും. 11-ന്റെ 8-ൽ അന്ധകാരകാലമെന്നും 12-ന്റെ 1-ൽ ദുർദിവസങ്ങൾ വരുമെന്നും ഓർത്തുകൊള്ളുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് സഭാപ്രസംഗി ശലോമോൻ ജ്ഞാനിയായവൻ ദൈവാത്മാവിനെ രേഖപ്പെടുത്തുന്നത്, നിന്റെ യൗവനകാലത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തോണം. നിനക്ക് പ്രവർത്തിപ്പാൻ വയ്യാത്ത, നിന്റെ ബലം ക്ഷയിക്കുന്ന ദുർദിവസങ്ങൾ, അന്ധകാരത്തിൻ്റെ ദിവസങ്ങൾ വരുന്നതിന് മുമ്പ് നീ നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ടുകൊള്ളുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. യൗവനകാലത്തിൽ അനേക വസ്തുതകളിൽ മനുഷ്യനെ ഏർപ്പെടുകയാണ്. ദൈവം എന്നൊന്നും പറഞ്ഞാൽ അവന് അതൊന്നും ചിന്തിക്കത്തൊന്നുമില്ല. പ്രായമുള്ളവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പത്രം കിട്ടിയാൽ ആദ്യം നോക്കുന്നത് ആ മരിച്ചുപോയവരുടെ ആ കോളം എടുത്ത് വെച്ചാണ് നോക്കുന്നത്. എല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാനും ഇപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. ആദ്യം ശ്രദ്ധിക്കുന്ന ഭാഗമാണ്. കാരണം ചെറുപ്പത്തിലൊന്നും അതൊന്നും ശ്രദ്ധിക്കാറില്ല. വളരെയധികം മരണത്തെക്കുറിച്ച് കോൺഷ്യസായി. സ്നേഹിതരും കൂട്ടുകാരും കുടുംബക്കാരും എൻ്റെ പ്രായം, എന്നെക്കാട്ടി പ്രായം കുറഞ്ഞവരും അനേകർ കടന്നുപോയി. മരണത്തെക്കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിക്കാത്ത പോലെ കോൺഷ്യസായി മാറിയ ദിവസങ്ങളാണ് എൻ്റെ ഈ പ്രായമെന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യമായി. ചെറുപ്പത്തിൽ അത് ഓർക്കാത്തത് കൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, നിൻ്റെ യൗവനത്തിൽ നീ ഓർത്തോണം. യു ലേ എ ഗുഡ് ഫൗണ്ടേഷൻ ഫോർ യുവർ ഫ്യൂച്ചർ. നിൻ്റെ ഭാവിക്ക് വേണ്ടി മരണസമയം അടുത്തു വരുമ്പോൾ നീ നല്ലൊരു ഫൗണ്ടേഷൻ അതിനിട്ടുകൊള്ളുവാനായിട്ട് ഇടുകയാണ്. എന്താ ഇവിടെ വായിക്കുന്നത്? നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം. അവിടെ രേഖപ്പെടുത്തി 2 തൊട്ടുള്ള വാക്യം, 2 തൊട്ട് 7 വരെയുള്ള വാക്യം ഞാൻ ഓർപ്പിച്ച പോലെ മരണത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. എന്താ പറയുന്നത്? 2-ാം വാക്യം നോക്കിയാട്ടെ. 2-ാം വാക്യത്തിൽ വായിക്കുന്നു, സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ വടകേറുകയും ചെയ്യും മുമ്പ് തന്നെ. എന്തോ ഒരു പ്രയോഗമാണെന്ന് നോക്കിയേ. ദ ക്ലൗഡ്സ് റിട്ടേൺ ആഫ്റ്റർ ദ റെയിൻ. മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരും. അതിൻ്റെ ആശയം എന്നാണെന്നറിയാമോ? മേഘങ്ങൾ എപ്പോഴും പ്രശ്നങ്ങളെ കാണിക്കുന്നതാണ്. കാർമേഘങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ അനേക കാർമേഘങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആ കാർമേഘങ്ങളൊക്കെ മാറി
ആ മഴയൊക്കെ പെയ്തിട്ട് മേഘങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ എത്രയോ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നിട്ടുണ്ട്. സഭാപ്രസംഗി പറയുകയാണ് അതൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ വായിക്കുന്ന ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ പറയുന്നത് ഈ അന്ധകാര ദിവസങ്ങൾ വളരെ ദീർഘമായി തീരുന്നു എന്നുള്ളത് പ്രായത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. എന്നിട്ട് അടുത്ത വാക്ക് നോക്കിയാൽ 3-ാം വാക്യം, അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. നമ്മളിപ്പോൾ ചിന്തിച്ചില്ലേ, നമ്മുടെ ശരീരത്തെ വീടിനോടാണ് അവിടെ ഉപയോഗിച്ചത്. കണ്ടോ? ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. എനിക്ക് വളരെ രസകരമായിട്ട് ആ വാക്യം തോന്നി കേട്ടോ. ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയാട്ടെ, മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗമാണ്. നമ്മൾ 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കണ്ടു, വാർദ്ധക്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തെ വീടിനോടാണ് ഉപയോഗിച്ചത്. അനേക പ്രാവശ്യം ബൈബിളിൽ ഭവനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ, പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺകൂരകളിൽ പാർത്ത്, പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺകൂടാരങ്ങളിൽ പാർത്തു. മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരം. പൗലോസ് തന്നെ പറയുന്നുണ്ട് മൺകൂടാരങ്ങൾ. 2 കൊരിന്ത്യർ 5:1-2 വാക്യം നമ്മളിപ്പോൾ ചിന്തിച്ചതേ ഉള്ളൂ. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം, ആ ശരീരം കൂടാരത്തോട് വീണ്ടും ഉപയോഗിച്ചു. 2 പത്രോസ് 1:13 2 പത്രോസ് 1:13 പത്രോസും പറഞ്ഞു, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. 2 പത്രോസ് 1:13. അവിടെയെല്ലാം ശരീരത്തോടുള്ള ബന്ധത്തിൽ കൂടാരം ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഹൗസ് ആയിട്ട്. ഇവിടെയും പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കിയാട്ടെ, അന്ന് വീട്ടുകാവൽക്കാർ. എന്തൊരു പ്രയോഗമാണെന്ന് നോക്കിയേ. അവിടെ എന്താ സംഭവിക്കുന്നത്? അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുറയും. ആദ്യം പറഞ്ഞിരിക്കുന്നത് വീട്ടുകാവൽക്കാരെ കുറിച്ചാണ്. ഈ ശരീരത്തിൻ്റെ കീപ്പേഴ്സ് ഓഫ് ദ ഹൗസ്. ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ. ഈ ശരീരത്തിൻ്റെ കാവൽക്കാരാരാ? ഈ കൈകളാണ്, കാലുകളാണ്. കൈകളും കാലുകളുമാണ് ശരീരത്തെ സൂക്ഷിക്കുന്നത്. അപകടം വരുമ്പോൾ തട്ടിക്കളയുന്നു. ഈ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യുന്ന കൈകളാണ്. നമുക്കറിയാം കീപ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഇവിടെ രേഖപ്പെടുത്തിയ കൈകളും കാലുകളുമാണ്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തി പ്രായം ചെല്ലുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, പ്രായമുള്ളവരെ, എന്ത് സംഭവിക്കും? അതൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. വീട്ടുകാവൽക്കാർ വിറയ്ക്കാൻ തുടങ്ങും. എന്തൊരു ഡിസ്ക്രിപ്ഷനാണെന്ന് നോക്കിയാട്ടെ. 2ാമത് പറഞ്ഞു, ബലവാന്മാർ കുനിയും. നീസും ഷോൾഡേഴ്സും ഒക്കെ ബലഹീനമാകും. ആ തോളുമൊക്കെ കുനിയാനായിട്ട് ആരംഭിക്കും. അടുത്തായിട്ട് പറഞ്ഞു, 3ാമത് പറഞ്ഞിരിക്കുന്നു നോക്കിയിട്ട്, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. പല്ലൊക്കെ പൊഴിയും. ഗ്രൈൻഡേഴ്സ്. ഭക്ഷണങ്ങളൊക്കെ ചവച്ചരച്ച് ഇത്രയും വർഷം കഴിച്ചു, എന്നാൽ ആ പല്ലുകളൊക്കെ പൊഴിയാൻ തുടങ്ങി. അതുകൊണ്ട് പലപ്പോഴും ചെറുപ്പക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന പോലെ കടിച്ച് പറിച്ച് ഇറച്ചിയൊക്കെ തിന്നാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. അടുത്തായിട്ട് പറഞ്ഞ് ശ്രദ്ധിച്ചാട്ടെ, കിളിവാതിലൂടെ നോക്കുന്നവർ അന്ധന്മാരാകും. ആരാ കിളിവാതിലൂടെ നോക്കുന്നത്? ദോസ് ദാറ്റ് ലുക്ക് ത്രൂ ദ വിൻഡോസ് ആർ ഡിംഡ്. കാഴ്ചയൊക്കെ മങ്ങിത്തുടങ്ങും. കാറ്ററാക്റ്റൊക്കെ പിടിക്കും. കണ്ണൊക്കെ കാണാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. വലിയ അക്ഷരങ്ങളും നല്ല പ്രായം ചെന്നവരെ കാണാറുണ്ട്. ബൈബിളൊക്കെ വായിക്കാൻ വലിയ ലെൻസൊക്കെ വെച്ചിട്ടാണ് പിന്നെ വായിക്കുന്നത്. കാരണം നമ്മളിവിടെ വായിച്ചതുപോലെ ആ കിളിവാതിലൂടെ നോക്കുന്നവർ അന്ധന്മാരാകും. 5ാമത് രേഖപ്പെടുത്തി തെരുവിലെ കതകൾ അടയും. ദ ഡോർ ഓൺ ദ സ്ട്രീറ്റ് ആർ ഷട്ട്. തെരുവിലെ കതകൾ അടയും. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. എന്തായി തെരുവിലെ കഥകൾ? ചെവിയാണ്. കേൾവിയൊക്കെ കുറയും. എത്ര ഉറക്കെ പറഞ്ഞാലും കേൾക്കാൻ വയ്യാതെ ശബ്ദമൊക്കെ മന്ദമാകും. എന്തൊരു പ്രയോഗമാണ്. അടുത്തായിട്ട് ശ്രദ്ധിച്ചാട്ടെ, പക്ഷികളുടെ ശബ്ദത്തിങ്ങൾ ഉണർന്നു പോകും. ചെറിയൊരു ശബ്ദം മതി ഉണരാൻ. ഞാൻ പിള്ളേരൊക്കെ ഉറങ്ങുന്ന ശ്രദ്ധിക്കാറുണ്ട്. എത്ര സുഖമായിട്ട് അവർ ഉറങ്ങുന്നതെന്ന് നോക്കി. കയറി കിടന്നാൽ എത്ര മണിക്കൂർ വേണേലും അവർ ഉറങ്ങും. ഒരു പ്രശ്നമില്ല അവർക്ക് ഉറങ്ങാൻ. പ്രായം ചെന്നവർക്കറിയാം ഉറങ്ങാൻ ബുദ്ധിമുട്ടായിട്ട് മാറും. ചെറിയ ശബ്ദങ്ങൾ മതി, അവർ ഉണരും. പക്ഷികളുടെ ശബ്ദത്തിങ്ങൾ അവർ ഉണർന്നു പോകും. അവിടെ എഴുതി, പാട്ടുകാരത്തികളൊക്കെയും തളരും. ഓൾ ദ ഡോട്ടേഴ്സ് ഓഫ് സോങ് ആർ ബ്രോട്ട് ലോ. പാട്ടുകാരത്തിൽ തളരും. വോക്കൽ കോഡ്
പാടുന്ന വോക്കൽ കോഡ്. ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് പാടും, പക്ഷെങ്കിൽ പ്രായം ചെല്ലുന്തോറും പാട്ടിൻ്റെ വോക്കൽ കോഡൊക്കെ കുറഞ്ഞു വരും. അടുത്തായിട്ട് ശ്രദ്ധിച്ചാട്ടെ, അന്ന് അവർ കയറ്റത്തെ പേടിക്കും. എന്തൊരു ശരിയല്ലേ? അന്ന് അവർ കയറ്റത്തെ പേടിക്കും. കയറിപ്പോകുവാൻ അവർക്ക് മടിയുള്ളതായി മാറും, കയറ്റത്തെ പേടിക്കും. പിന്നെ എടുത്തു പറഞ്ഞു, വഴിയിൽ ഭീതിയുള്ളതായി തോന്നും. കയറ്റത്തെ ഹൈറ്റിനെ ഭയമായിട്ട് മാറും. പ്രായം ചെല്ലുമ്പോൾ ചെറുപ്പത്തിലൊക്കെ മരത്തെ കയറുകയും ഹൈറ്റിൽ കയറുകയും ഒക്കെ ചെയ്യാം, പക്ഷേ പ്രായം ചെല്ലുന്നോർ അത് സാധ്യമല്ലാതെ വരും. പിന്നെ എടുത്തു പറഞ്ഞു, ബദാം പുഷ്പം പൂക്കും, തലമുടിയുടെ നിറം മാറുന്നതാണ്. ബദാം പൂക്കൾ പൂത്താൽ വെള്ള നിറമാണ്. മനുഷ്യൻ്റെ ആ തലമുടിയെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. 10ാമത് എടുത്ത് പറഞ്ഞു, തുള്ളൻ ഇഴഞ്ഞു നടക്കും. അത് മലയാളത്തിൽ അതിൻ്റെ ആശയം വ്യക്തമാകുന്നില്ല. ദ ഗ്രാസ് ഹോപ്പർ, ദ ഗ്രീൻ ഹോപ്പർ ഡ്രാഗിങ് ഇറ്റ് സെൽഫ് അലോങ്. അതൊരു പദപ്രയോഗമാണ്. ഈ ഗ്രാസ് ഹോപ്പർ നടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ചെറിയ നടക്കുന്ന നോക്കിയാൽ ആ പ്രായം ചെന്ന് കൂനി വടിയൊക്കെ പിടിച്ച് നടക്കുന്ന കണ്ടാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പച്ചക്കുതിര നടക്കുന്ന പോലെ, ഗ്രീൻ ഗ്രാസ് ഹോപ്പർ നടക്കുന്ന പോലെ മനുഷ്യൻ നടക്കുമെന്നാണ്. അവൻ്റെ പ്രായത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് കടന്നു എന്ന് കഴിയുമ്പോൾ. 11ാമത് പറഞ്ഞിരിക്കുന്നത്, രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ കഴിക്കുന്ന മരുന്നുകളും മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഓജസ്സും ഉത്സാഹങ്ങളും ഒക്കെ കുറയുന്ന ഒരവസ്ഥ, ബലമൊക്കെ ക്ഷയിക്കും. മരുന്നുകൾ കഴിച്ചാലും ആ ഡീജനറേഷൻ പ്രോസസ്സ് അവനെ കടന്നു പിടിക്കും. മനുഷ്യൻ അങ്ങനെ ജീവിക്കാനായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ പാപത്തിൻ്റെ ഫലമായി അവൻ്റെ ശരീരത്തിന്, നമ്മൾ ഓർക്കണം, ആ ശരീരത്തിലെ ഡീജനറേഷൻ പ്രോസസ്സ്, ആ അഴുകലിൻ്റെ ഇത് ഇങ്ങനെ നടന്ന് കുറേശ്ശെ നടന്ന് മനുഷ്യൻ ചിന്തിക്കണം. ദൈവം ആദ്യം പറഞ്ഞ എന്താണ്? ജീവിച്ചിരിക്കുന്ന ഹൃദയത്തിൽ കരുതിക്കൊള്ളു. നിങ്ങൾ വിലാപ വീട്ടിൽ പോകുക, നിങ്ങളുടെ അവസാനം അതാണെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും. അവസാനം എന്ത് സംഭവിക്കും? മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും, എറ്റേണൽ ഹോം. എന്നിട്ട് അതിൻ്റെ ഒരു പ്രയോഗം നോക്കിയാട്ടെ, 6ാം വാക്യം, മരണത്തെക്കുറിച്ച് പറഞ്ഞ ആ പ്രയോഗം നോക്കിയാട്ടെ. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവെങ്കിലെ കുടമുടയും, കിണറ്റെങ്കിൽ ചക്രം തകരും. 6ാം വാക്യം മരണത്തിൻ്റെ ഭയങ്കരമായൊരു ഡിസ്ക്രിപ്ഷനാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ അവിടെ വായിക്കുന്നത് സിൽവർ കോഡ് ഈസ് സ്നാപ്ഡ്. ഒരു ഗോൾഡൻ ബൗൾ, ഒരു പൊൻകിണ്ണം അല്ലെങ്കിൽ കിണ്ണം, അത് ഒരു സിൽവർ കോഡിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. നമ്മളൊക്കെ ചാൻഡ്ലിയറൊക്കെ കിടക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ലൈഫിനെ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് എ ഗോൾഡൻ ബൗൾ. ആ സ്വർണ്ണ ബൗളിനെ ഒരു സിൽവർ കോഡ് കൊണ്ട്, വെള്ളിച്ചരട് കൊണ്ട് ബന്ധിപ്പിച്ചിട്ടിരിക്കുക. എന്നാൽ അത് പൊട്ടുമ്പോൾ ഈ കിണ്ണം വീണ് ഉടഞ്ഞു പോകും. മരണമെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഭാഷപ്രയോഗം. വീണ്ടും എടുത്ത് പറഞ്ഞു, കിണറ്റിങ്കിലെ ചക്രം തകരും. വേദപുസ്തകത്തിൽ അനേക പ്രാവശ്യം ജീവചക്രം എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈഫ് സൈക്കിൾ. കിണറ്റിങ്കിലെ ഉറവെങ്കിലെ കുടമുടയും, കിണറ്റിങ്കിലെ ചക്രം, ബ്രോക്കൺ പിച്ചസ് ആൻഡ് ബ്രോക്കൺ വീൽ. ജീവിതം തകരുന്നതിൻ്റെ, ചില പണ്ഡിതന്മാർ പറയുന്നു, സർക്കുലേറ്ററി സിസ്റ്റം, മനുഷ്യൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം, ഹാർട്ടും ഇതുമെല്ലാം കൂടെ പമ്പ് ചെയ്ത് മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുക, അത് ഉടഞ്ഞു പോകുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. ഉടഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? 7ാം വാക്യം, പൊടി പണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. മനുഷ്യനെ പൊടി കൊണ്ട് സൃഷ്ടിച്ചു, ആ പൊടിയായ മനുഷ്യൻ പൊടിയിലേക്ക് ചേരും. എത്ര വ്യക്തമാണെന്ന് നോക്കിയാട്ടെ. മനുഷ്യനെ മണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവസാനം ഒരു പിടി മണ്ണൂടെ വാരിയിടും. മണ്ണിനെ ഏൽപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ്. പക്ഷേ അവൻ്റെ ഉള്ളിൽ വസിച്ച, നമ്മൾ ഓർത്ത, കൂടാരത്തിൽ വസിച്ച, ഈ ശരീരത്തിൽ വസിച്ച ദേഹിയും ആത്മാവ് എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും. അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എത്ര വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരു വിശുദ്ധൻ്റെ മരണത്തെങ്കിൽ അവൻ്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകുമ്പോൾ, ഒരു അവിശ്വാസി മരിക്കുമ്പോൾ, നമുക്ക് പിന്നീട് നോക്കാം, അവൻ്റെ ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത്? ഹേഡീസ്, പാതാളത്തിലേക്ക് പോകും. വളരെ വ്യക്തമായി പൗലോസ് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ, ശരീരം വിട്ടാൽ
കർത്താവിനോട് കൂടെ ഒരു ഭക്തൻ മരിച്ചാൽ അന്നേരം അവൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്, ഇവിടെ രേഖപ്പെടുത്തിയ പോലെ. എന്നാൽ ഒരു അവിശ്വാസി മരിച്ചാൽ അവൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോവുകയാണ്. 8-ാം വാക്യം കൂടെ നോക്കിയാട്ടെ. ഹമായമായ സകലവും മായത്രയെന്ന് സഭാപ്രസംഗി പറയുന്നു. എങ്ങനെയാണ് ഈ സഭാപ്രസംഗി തുടങ്ങുന്നത്? 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നോക്കി. 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ഹമായമായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹമായമായ സകലവും മായ അത്രേ. വാനിറ്റി, വാനിറ്റി, എവ്രിതിങ് ഈസ് വാനിറ്റി. 38 പ്രാവശ്യം ഈ പുസ്തകത്തിൽ മായ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. 38 പ്രാവശ്യം. ഈ 38 പ്രാവശ്യങ്ങൾ അപഗ്രഥിച്ചാൽ ഏതാണ്ട് 10 കൂട്ടം കാര്യങ്ങളെ സലോമോൻ എടുത്ത് രേഖപ്പെടുത്തും. ഞാനത് നോട്ട് ചെയ്തപ്പോൾ എൻ്റെ സഹോദരന്മാരെ വളരെ ചിന്തിപ്പാനിടയായി. 10 കൂട്ടം കാര്യങ്ങൾ. ആ 10 കൂട്ടം കാര്യങ്ങളിൽ മനുഷ്യൻ നേടുന്ന വിദ്യാഭ്യാസം, മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങൾ, മനുഷ്യൻ നേടുന്ന പ്രതാപങ്ങൾ, മനുഷ്യൻ നേടിയെടുക്കുന്ന പേരുകൾ, മനുഷ്യൻ വെച്ചുകൊണ്ടിരിക്കുന്ന അസൂയകൾ, മനുഷ്യൻ വെച്ചുകൊണ്ടിരിക്കുന്ന വൈരാഗ്യങ്ങൾ, ഇതെല്ലാം ശലോമോൻ എടുത്തു പറഞ്ഞിട്ട് അത് മായയാണെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? മരിക്കുമ്പോൾ അതിനെന്താ പിന്നീട് വില? ജീവിച്ചിരിക്കുമ്പോൾ ഭയങ്കര വൈരാഗ്യം, ഭയങ്കര പോരാട്ടം. മരിക്കുമ്പോഴോ ആ മായ. ഈ വൈരാഗ്യവും ഈ വാശിയൊക്കെ എന്തുവാ? മായയാണ്. നീ നേടിയ ഓടി സമ്പാദിപ്പാൻ മരിക്കുമ്പോൾ അത് മായയാണ്, എല്ലാം ഇട്ടേച്ച് പോവുകയാണ്. 38 പ്രാവശ്യം മായെന്ന് രേഖപ്പെടുത്തി. ഇംഗ്ലീഷിൽ വായിച്ചാൽ വെയിൻ, വാനിറ്റി, വെയിൻ, വെയിൻ. എന്നാൽ നമ്മളത് വായിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. എല്ലാം മായയാണെന്ന് പറയുമ്പോൾ മറ്റൊരു മനുഷ്യനൊരു കാര്യം പറഞ്ഞു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം. അത് ഭയങ്കരമാണ്. 1 കൊരിന്ത്യർ എല്ലാം വെയിനാണെന്ന് പറയുമ്പോൾ, എല്ലാം വാനിറ്റിയാണെന്ന് പറയുമ്പോൾ 1 കൊരിന്ത്യർ 15:58 മറ്റൊരു മനുഷ്യനൊരു കാര്യം പറഞ്ഞു. 1 Corinthians chapter 15 verses 58. 1 കൊരിന്ത്യർ 15:58 മറ്റൊരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു. എന്താണ്? നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിപ്പൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ യുവർ ലേബർ ഈസ് നോട്ട് ഇൻ വെയിൻ ഇൻ ക്രൈസ്റ്റ്. ശലോമോൻ പറഞ്ഞത് എവറിത്തിങ് ഈസ് ഇൻ വെയിൻ. എല്ലാം വെയിനാണ്, എല്ലാം മായയാണ്. മായയാണെന്ന് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ മായയല്ല. ഇറ്റ് ഈസ് നോട്ട് വെയിൻ. നിങ്ങളുടെ പ്രയത്നം കർത്താവില് വ്യർത്ഥമല്ല എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെ അറിയുകയും യേശുക്രിസ്തുവിലൂടെ ജീവിക്കുകയും യേശുക്രിസ്തുവിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് മായയല്ല. നാം ഒന്ന് ചിന്തിച്ചു നോക്കി, ബാക്കിയെല്ലാം എന്ത് ലാഭമുള്ളൂ എന്നാ ചോദിക്കുന്നത്. വാട്ട് പ്രോഫിറ്റ്? എന്ത് ലാഭമുള്ളൂ? ഈസ് ദർ എനി ഗെയിൻ? മനുഷ്യൻ എന്തെങ്കിലും നേട്ടമുണ്ടോ മരണം കൊണ്ട്? മരണമെന്ന വലിയ പ്രതിഭാസത്തിൽ അവൻ അമരുമ്പോൾ ഇതെല്ലാം നഷ്ടമാവുകയാണ്. എന്നാൽ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. സഭാപ്രസംഗം 1-2-3 വാക്യം. സൂര്യന് കീഴിൽ പ്രയത്നങ്ങളുടെ എന്ത് ലാഭം? എന്താണ് ലാഭം എന്ന് ചോദിച്ചു. വാട്ട് ഗെയിൻ? നമ്മൾ ഫിലിപ്പിയർ 1:21 പൗലോസ് എന്താ പറഞ്ഞു? എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. എന്ത് ശലോമോൻ പറഞ്ഞോ അതിൻ്റെ നേരെ എതിരെ പറയുകയാണ്. മായയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ മായയല്ല, വ്യർത്ഥമല്ല. എന്ത് ലാഭമുണ്ടെന്ന് ശലോമോൻ ചോദിച്ചു. തിരിച്ചിവിടെ വായിക്കുകയാണ്, മരിക്കുന്നത് ക്രിസ്തുവിൽ മരിക്കുന്നവന് ലാഭമാണ്. എന്തൊരു വ്യത്യാസമാണ് ജീവിതത്തിൽ വരുത്തിയത്. ഇന്നിവിടെ നമുക്ക് ഈ ക്ലാസ് നിർത്താം. നമ്മുടെ ജീവിതം നമ്മൾ ഓർത്തതുപോലെ മരിക്കുന്ന ഒരു വ്യക്തികളാണ് നമ്മൾ. We are a dying person among dying people. All of us are on our way to our cemetery. നമ്മൾ മരിക്കുന്നവരാണ്. മരിക്കുന്നവരുടെ മധ്യത്തിൽ ജീവിക്കുന്ന മരിക്കുന്ന മനുഷ്യരാണ്. നമ്മളെല്ലാം ആ സെമിട്രിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ജീവിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ചിന്തിക്കുമല്ലോ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി, ഈ നേട്ടങ്ങളൊക്കെ എന്താണ്? നമ്മൾ ഓർത്തതുപോലെ ശലോമോൻ പറഞ്ഞു, നിൻ്റെ യൗവനത്തിൽ ഓർത്തുകൊള്ളുവാനായിട്ട് പറഞ്ഞു. ആരോഗ്യമുള്ളപ്പോൾ. ഏതായാലും ഒരു സത്യം അറിയാം, മരണത്തോടടുക്കുമ്പോൾ, പ്രായം ചെല്ലുമ്പോൾ, രോഗിയാവുമ്പോൾ, ക്ഷീണിക്കുമ്പോഴൊക്കെ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളും ഇതൊന്നും പിന്നെ മനുഷ്യന് വേണ്ട. ആകെ അവൻ്റെ ചിന്ത നിത്യതയെക്കുറിച്ചാണ്.
അടുത്ത ദിവസങ്ങളിൽ നമുക്കത് ചിന്തിക്കാം. എന്നാൽ പാപത്തിൻ്റെ ഫലമായി മനുഷ്യന് ആത്മാവിൽ മരണം സംഭവിച്ചതിൻ്റെ ഫലമായി അവൻ്റെ ശരീരത്തിൽ ഡിറ്റീരിയേഷൻ കുറേശ്ശെ ആ മരണത്തിൻ്റെ റോമലേഖനമെട്ടിൽ വായിക്കുന്ന പോലെ പ്രമാണം പ്രവർത്തിപ്പാൻ ആരംഭിച്ചു. രോഗത്തിനും ക്ഷീണത്തിനും ബലഹീനതകൾക്കും അവൻ വിധേയനായി. അവൻ്റെ ശരീരം ഇങ്ങനെ ഡിറ്റീരിയേഷൻ സംഭവിച്ച് നമ്മൾ വായിച്ച പോലെ ആ കൂടാരം അതിൻ്റെ ബലം ക്ഷയിച്ച് അവസാനം ആ കൂടാരം നിലംപരിചാകുന്ന പോലെ ഭൗമ ശരീരം നിലംപരിചാകും. സഭാപ്രസംഗം രേഖപ്പെടുത്തിയ പോലെ ഏതാണ്ട് 10 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ബലമിങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. എത്ര ശരീരത്തിലെ വ്യത്യാസങ്ങൾ മനസ്സിലായി. ചെറുപ്പക്കാരായിട്ടിരിക്കുന്നവർ ഓർക്കുക, നിങ്ങളുടെ യൗവനത്തിൽ തന്നെ ഈ കർത്താവിനെ അറിയുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ആരെങ്കിലും ഞങ്ങളെ അറിയാതിരിപ്പുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, മനുഷ്യൻ നേടുന്ന എല്ലാ പ്രയത്നങ്ങളും ശലോമോൻ പറഞ്ഞ പോലെ മായയാണ്. എന്നാൽ ക്രിസ്തുവിലുള്ള പ്രവൃത്തി മായയല്ല. എന്താണ് ലാഭമെന്ന് ശലോമോൻ ചോദിച്ചു. പൗലോസ് പറഞ്ഞു, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. കർത്താവിൽ നമുക്ക് വരുത്തിയ വലിയ വ്യത്യാസം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ തുടർന്ന് നമുക്ക് പഠിക്കാം. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ത്രിയേക ദൈവത്തിൻ്റെ മനോഹരമായ ഒരു ചെറിയ ദൃഷ്ടാന്തം ഞങ്ങളിലുണ്ട്, അതിന് ഭാഗമുണ്ട്. ത്രിഭാഗ പ്രകൃതിയോടെ ഞങ്ങളെ സൃഷ്ടിച്ചു. ശരീരമുണ്ട്, ഞങ്ങളുടെ ഉള്ളിൽ ഒരു ദേഹിയുണ്ട്, സോളുണ്ട്. ഞങ്ങളുടെ ഉള്ളിൽ ഒരാത്മാവുണ്ട്, സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റ് യഹോവയുടെ ദീപമെന്ന് ഞങ്ങൾ വായിച്ചു. ഞങ്ങളെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് ഞങ്ങളിൽ നൽകിയ ആത്മാവാണ്. പാപത്തിൻ്റെ ഫലമായി മരണം സംഭവിച്ചു. ദൈവസംബന്ധമായി ഞങ്ങളുടെ ആത്മാവ് മരിച്ചു പോയെങ്കിലും അങ്ങയുടെ കരുണയാൽ ഞങ്ങൾക്കൊരു വീണ്ടും ജന്മം തന്നതോർത്ത് സ്തോത്രം. ആ വീണ്ടും ജന്മം സംഭവിച്ച ഞങ്ങൾക്ക് അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ തന്നു. ദൈവമക്കളാണെന്നും ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതുമൂലം ഞങ്ങൾക്ക് സാധ്യമാക്കി തീർത്തു. സ്തോത്രം. ഞങ്ങൾ ഓർക്കുകയായിരുന്നു, പാപത്തിൻ്റെ ഫലമായി മരണം മനുഷ്യന് സംഭവിച്ചു. ദൈവസംബന്ധമായിട്ടുള്ള കാര്യമാണ് മരണം. ആ മരണത്തിൻ്റെ സ്ലോ പ്രോസസ്സ് ഞങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. കർത്താവേ, ഒരു ദിവസം ഞങ്ങൾ മരിക്കും. ജീവിച്ചിരിക്കുന്ന ഞങ്ങളത് ചിന്തിച്ചു കൊള്ളുവാൻ അങ്ങ് ഞങ്ങളോട് ആഹ്വാനം ചെയ്തു. മനുഷ്യൻ എത്ര പ്രതാപമുള്ളവനാണെങ്കിലും, എന്തെല്ലാം നേടിയാലും, എന്തെല്ലാം അവൻ ഈ ഭൂമിയിൽ വെച്ച് അവനെ വെട്ടിപ്പിടിക്കാൻ നോക്കിയാലും, വാശിയോ വൈരാഗ്യമോ എന്തെല്ലാം ഉണ്ടെങ്കിലും, മരിക്കുമ്പോൾ ശലോമോൻ ഓർപ്പിച്ച പോലെ അതെല്ലാം മായയായിട്ട് തീരുകയാണ്. അവൻ എന്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചോ അതൊന്നും വിലയില്ലാത്തതായി തീരുകയാണ്. എന്നാൽ ഞങ്ങൾ ഓർത്തു, ഞങ്ങളുടെ പ്രയത്നങ്ങൾ കർത്താവിൽ വ്യർത്ഥമല്ല. എന്താണ് ഇതിൻ്റെ ലാഭമെന്ന് ശലോമോൻ ചോദിച്ചപ്പോൾ മറുഭാഗത്ത് പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൽ മരിക്കുന്നത് ലാഭമാണ്. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയും ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു മൂലം ലഭിച്ച അനുഗ്രഹവും ഞങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പഠിച്ചു തുടങ്ങുവാൻ ഞങ്ങളെ സഹായിച്ചു കൂട്ടിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. താല്പര്യത്തോടെ വരുന്ന ദിവസവും കടന്നു വന്ന് ഈ വചനം ശ്രദ്ധയോടെ പഠിപ്പാൻ കർത്താവ് അനുവദിക്കണം. അങ്ങേക്ക് മഹത്വം ഉണ്ടാകണം. സകലവും തിരുസന്നി തരുമ്പോൾ ഞങ്ങളെ ക്ഷേമത്തോടെ ഞങ്ങളുടെ ഭവനത്തിൽ എത്തിച്ച് രാത്രിയിൽ ഞങ്ങളോട് കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്കിരിക്കട്ടെ. ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.